ഹല്ലേലൂയ. കർത്താവിന്റെ വലിയ നാമം ഇന്ന് രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നിട്ട് കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഉണ്ടല്ലോ അല്ലേ? അല്ലേ? ഈ ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവിന് വചനം സംസാരിക്കുവാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിന് നന്ദി പറയുന്നു. പ്രത്യേക ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന കർത്താവ് ദാസ് ബീനാൻഡി ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ബിജോയ് പാസ്റ്റർ സ്തോത്രം ചെയ്യുന്നു. കാരണം എല്ലാ ദൈവമക്കൾക്കും ഞാൻ ഇന്ന് ഈ രാത്രിയിൽ സ്നേഹവചനത്തെ അറിയിക്കുന്നു. കർത്താവ് നമ്മോട് സംസാരിക്കട്ടെ. മാനുഷികമായ ശബ്ദങ്ങൾക്ക് ഒരു മാറ്റവും നമുക്ക് വരുത്താൻ പറ്റത്തില്ല. പക്ഷെ ദൈവം ഇടപെട്ടാൽ ഒറ്റ വാക്ക് മതി, ഒരു സെക്കൻഡ് മതി നമ്മുടെ ലൈഫിൽ തിരിക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്ന് രാത്രിയിൽ ദൈവം അസാധാരണമായി നമ്മോട് ഇടപെടും, സംസാരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന എല്ലാ മീറ്റിങ്ങിലും ഒക്കെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ മീറ്റിങ്ങിലോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ വർദ്ധിപ്പിക്കട്ടെ. ദൈവത്താലല്ലാതെ ഇത്രയും ദിവസങ്ങളൊന്നും ഒരു സൂ മീറ്റിംഗ് കൊണ്ടുപോവുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. പക്ഷേ ഇതിനകത്ത് ദൈവത്തിൻ്റെതായ ഒരു പ്രത്യേക പദ്ധതി കർത്താവിനുള്ളത് കൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുന്നത്. സ്തോത്രം. ഇന്ന് രാത്രിയിൽ വളരെ പ്രതീക്ഷയോടെയാണ് നമ്മൾ അത് കയറിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മോട് എന്താണ് സംസാരിക്കാനുള്ളത് കേൾക്കാൻ വളരെ കൊതിയോടെ നമ്മളായിരിക്കുന്നത് വിശ്വസിക്കുന്ന. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ദൈവാത്മാവ് നമ്മോട് സംസാരിച്ചുകൊണ്ടിരുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുക അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ തിരക്കുകൾക്ക് നടുവിലും ഓടി വന്നിട്ട് ഈ ഫോണിൽ കയറി മെസ്സേജ് കേൾക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ നമ്മളെടുക്കുന്ന സമയമൊന്നും വ്യർത്ഥമല്ല. ദൈവം നമ്മോട് സംസാരിക്കും. കർത്താവ് നമ്മോട് ഇടപെടും. സ്തോത്രം. ഇന്ന് രാത്രിയിലും കർത്താവ് നമ്മോട് അങ്ങനെ തന്നെ സംസാരിക്കട്ടെ. അത് നമ്മളായിരിക്കുന്നത് ഒരു വല്ലാത്ത കാലഘട്ടത്തിലായിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ നടുവിൽ ദൈവത്തിന് നമ്മോടെന്താ സംസാരിക്കാറുള്ളത് അല്ലേ. നമ്മൾ ദൈവത്തോട് കാര്യങ്ങൾ പറയാറുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം അങ്ങനെയാണ്. കർത്താവിനോട് നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ പറയാറുണ്ട്. അങ്ങനെ തന്നെയാണ് വേണ്ടതും. വചനം അങ്ങനെ പറയുന്നു. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കത്ര വേണ്ടത്. അതെ. എന്നാൽ ഇതിനുശേഷം ദൈവത്തിന് നമ്മോട് എന്താ പറയാനുള്ളത്, നമ്മോട് കർത്താവ് എന്താ സംസാരിക്കാനുള്ളത് അല്ലേ. അതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പലപ്പോഴും അത് കേൾക്കാറില്ല. കർത്താവ് നമ്മോട് സംസാരിക്കാനുണ്ട്. സ്തോത്രം. ഈ വചനം പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ നമുക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കണം എന്നുള്ള കൊതി അല്ലേ. എല്ലാവർക്കും കൊതിയുള്ളവരാണ്. ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കൊതിയുള്ള ആൾക്കാരാണ് ഇതിനകത്തുള്ളത് മുഖ്യ എല്ലാവരും അല്ലേ. അപ്പോൾ ദൈവശബ്ദം കേൾക്കാൻ കൊതിയുള്ളവരാണ്. പക്ഷെ വചനം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, നമ്മേക്കാൾ കൊതിയാണ് കർത്താവിന് നമ്മുടെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട്. സ്തോത്രം. ഒന്നുകൂടെ പറയാം. ദൈവസാന്നിധ്യം അനുഭവിക്കാൻ നമുക്കുള്ളതിനേക്കാൾ കൊതിയാണ് കർത്താവിന് നമ്മുടെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട്. സ്തോത്രം. നോക്കിക്കേ, ഏദൻ തോട്ടത്തിൽ ആദാം ദൈവത്തെ അല്ല അന്വേഷിച്ചിട്ട് ദൈവം ആദാമിനെ അന്വേഷിച്ചിറങ്ങി വരികയായിരുന്നു. സ്തോത്രം. ആണ്. ദൈവം ആദാമിനെ വിളിച്ചു. അത് നീ എവിടെയാണ് ചോദിച്ചു. 2 ക്വസ്റ്റ്യൻ, 2 ചോദ്യങ്ങൾ ഏദൻ തോട്ടത്തിൽ ഉണ്ടായ 2 ചോദ്യമുണ്ട്. ഇന്ന് രാത്രിയിൽ നമുക്കും കർത്താവ് നമ്മോട് പറയാനുള്ള 2 ചോദ്യങ്ങളാണ്. ഒന്ന്, ആദാമിന്റെ ചോദിക്കുന്നു, ആദാമൻ നീ എവിടെയാണ്? രണ്ടാമത്തെ ചോദ്യം, വേർ ഇസ് യുവർ ബ്രദർ? നിന്റെ സഹോദരനെ എവിടെ? അപ്പോൾ ദൈവം ചോദിച്ച 2 ചോദ്യങ്ങളാണ്. ഇതാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഒന്ന്, നമ്മൾ എവിടെയാണെന്ന് അറിയണം. 2, നമ്മുടെ സഹോദരൻ എവിടെയാണ്? ഈ 2 കാര്യങ്ങളാണ് സുവിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ചോദ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഒരുമിച്ച് ഈ പ്ലാറ്റ്ഫോമിനകത്ത് ദൈവത്തെ ആരാധന കർത്താവ് തന്നെ സഹായിച്ചത്. ഈ വല്ലാത്ത കാലഘട്ടത്തിനകത്ത് ദൈവത്തിന് നമ്മോട് സംസാരിക്കാനുള്ള ശബ്ദങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്തോത്രം. വളരെ കൊതിയോടെ നമ്മൾ കേൾക്കേണ്ടത് കർത്താവിനുണ്ട്. അതായത് അതിനും പറയുന്നത് 2 3 പേർ എൻ്റെ നാമത്തിൽ കൂടുതലല്ല. ഞാൻ ഇറങ്ങി വരാമെന്ന് അവന് വാക്ക് പറഞ്ഞിട്ടുണ്ട്. കർത്താവിനകത്തുണ്ട് അല്ലേ. ഈ പ്ലാറ്റ്ഫോമിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച് കർത്താവ് നമ്മെ സഹായിക്കട്ടെ അങ്ങനെ പ്രാർത്ഥിക്കണം. നമുക്കറിയാം, നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് വചനം നമ്മൾ സ്പർശിച്ചാൽ അത് നമുക്കറിയാം ദൈവം നമ്മുടെ അടുത്തുണ്ട്. കർത്താവ് നമ്മുടെ അടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഈ വചനം ജഡമായി തീർന്നതാണ് യേശു അല്ലെ. അങ്ങനെ നമ്മൾ വചനത്തിൽ വായിക്കുന്നത്, വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അവന്റെ പേര് യേശു എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ കേൾക്കുന്ന വചനം ജഡമായി വന്നു. ഇന്ന് രാത്രിയിലും വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിനൊരു ഒരു ബോഡ്ലി ഫോം ഉണ്ടായാൽ, എന്ന് പറഞ്ഞാൽ ഈ സൗഖ്യത്തെക്കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ വിടുതലിനെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ദൈവപ്രവൃത്തിയെക്കുറിച്ച് പറയുമ്പോൾ എന്താണോ പറയുന്നത് അതൊരു ബോഡ്ലി ഫോമായിട്ട് ഇറങ്ങി വന്ന് നമ്മളെ പിടിച്ചാൽ ഞാനൊന്നുകൂടെ പറയാം. നമ്മൾ കേൾക്കുന്ന വചനത്തിന് ഒരു ജഡരൂപമുണ്ടായാൽ ഓർത്ത് വയ്ക്കുകയും അതിൻ്റെ രാത്രിയിൽ ഈ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഏത് വാക്കാണോ, എന്ത് വചനമാണോ പറയുന്നത്, ആ വചനം ഇറങ്ങി വന്ന് നമ്മളെ സ്പർശിക്കുന്നത് തിരിച്ചറിയാൻ കർത്താവ് ഇടയാക്കട്ടെ. കൊതിയോടെ പ്രാർത്ഥിക്കാം. കർത്താവ് അങ്ങനെ തന്നെ നമ്മൾ സഹായിക്കട്ടെ. അതിനെ കർത്താവിന്റെ കയ്യിലേക്ക് താഴ്ത്തിയേൽപ്പിക്കാം. സ്തോത്രം. ഇന്ന് രാത്രിയിൽ
ആമേൻ. വലിയ ദൈവപ്രവൃത്തിക്കായി നമുക്ക് കർത്താവിനെ എനിക്ക് സമർപ്പിക്കാം. ആമേൻ. ഈ രാത്രിയിലെ മീറ്റിങ്ങിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് സംസാരിച്ച ഒരു വചനം, യൂദയുടെ ലേഖനം 1-ാം അധ്യായം. ഒരു അധ്യായം മാത്രമേ യൂദയുടെ ജനത്തിലെത്തുള്ളൂ. ആമേൻ. യൂദയുടെ ലേഖനം ഇങ്ങനെ വായിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ദാസനും, ഞാൻ വായിച്ച് കേൾപ്പിക്കാം. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. അപ്പോൾ ഈ വാക്യം എഴുതുന്നത്, ഈ വചനം എഴുതുന്നത് വിളിക്കപ്പെട്ടവർക്ക് വേണ്ടിയാണ്. ആ വിളിക്കപ്പെട്ട ആളുകളുടെ രണ്ട് പ്രത്യേകത: ഒന്ന്, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ. അപ്പൊ രണ്ട് കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടു. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടല്ലേ? നമ്മൾ നമുക്കെല്ലാം കർത്താവിന് ഇഷ്ടമാണ്. നമ്മൾ ചോദിച്ചാൽ പറയുന്നത് എനിക്ക് ദൈവത്തെ ഇഷ്ടമെന്ന് പറയും. രണ്ട്, ആമേൻ, ഈ കാര്യം പറയുന്നത് യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടു. അപ്പോൾ ഇത് ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ കാര്യമല്ല പറയുന്നത്. ആമേൻ, ദൈവത്താൽ, ആമേൻ, ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക്. അപ്പോൾ വിളിക്കപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. നമ്മളെല്ലാം വിളിയുള്ളവരാണ്, അല്ലെങ്കിൽ നമുക്ക് ഇതെങ്ങനെ മീറ്റിങ്ങിനകത്ത് വരാൻ പറ്റത്തില്ല. നമ്മുടെ വിളിയുണ്ട്. സ്തോത്രം. ആമേൻ. ഈ വിളിയുള്ളവരെ കർത്താവ് എന്ത് ചെയ്യും? സൂക്ഷിക്കും. രണ്ട്, സ്നേഹിക്കും. ഇതിന്റെ മൂന്നാം വാക്യം, പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയും വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നു. ഈ യൂദാ ഈ പുസ്തകം എഴുതാനായിട്ട് അവൻ സകല പ്രയത്നം ചെയ്തു എന്ന് പറഞ്ഞാൽ കിട്ടാവുന്ന ഡേറ്റകളെല്ലാം കളക്ട് ചെയ്തു, കിട്ടാവുന്ന കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്തു. എൻ്റെ ഭാഷ പറഞ്ഞാൽ പേനയും പേപ്പറും എല്ലാം എടുത്ത് എഴുതാനിരുന്നപ്പോൾ പെട്ടെന്നൊരു മാറ്റം ഉണ്ടായി. എഴുതാൻ വന്ന വിഷയത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഒരു ചേഞ്ച് പറഞ്ഞു. അതായത്, നീ എഴുതേണ്ടത് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ചല്ല എഴുതേണ്ടത്, സകല പ്രയത്നം ചെയ്തു, എല്ലാ കാര്യവും ചെയ്തപ്പോൾ ഇവിടെ പറയുന്നു, അവൻ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം. നമ്മൾ വിശ്വാസത്തെക്കുറിച്ചെല്ലാം ഒത്തിരി പ്രസംഗം കേട്ടിട്ടുണ്ട്. അങ്ങനെ പക്ഷെ ഇവിടെ പറയുന്നു, ഈ ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി എന്ത് ചെയ്യണം? അപ്പം നമ്മൾ പോരാടണം. ആരെങ്കിലും വിശ്വാസത്തിന് വേണ്ടി പോരാടാറുണ്ടോ? നമ്മൾ പ്രാർത്ഥനയിൽ പോരാടാറുണ്ട്. ആമേൻ. നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പോരാടാറുണ്ട്. നമ്മുടെ സ്ഥാനങ്ങൾക്ക് വേണ്ടി പോരാടും. ആമേൻ. നമ്മുടെ സെൽഫ് അല്ലെങ്കിൽ നമ്മുടെ ഈഗോയ്ക്ക് വേണ്ടി നമ്മൾ പോരാടും. ഞാനല്ലാതെ ചെയ്തു, ഞാനങ്ങനെ ചെയ്യത്തില്ല, അങ്ങനെ പോരാടാറുണ്ട് നമ്മൾ. അപ്പോൾ നമ്മുടേതായ കാര്യങ്ങൾക്കെല്ലാം വേണ്ടി നമ്മൾ പോരാടും. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വ്യത്യസ്തമായൊരു കാര്യമാണ്. ആമേൻ. നിങ്ങൾക്ക് അല്ലെങ്കിൽ വിശുദ്ധന്മാർക്ക്, കർത്താവിനെ സ്നേഹിക്കപ്പെട്ടും സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്ന വിശുദ്ധന്മാരായവർ നിങ്ങൾക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം എന്ന് പറഞ്ഞാൽ, വിശ്വാസം നമുക്കുണ്ടെന്ന് പറയുമ്പോൾ ഈ വിശ്വാസം നമുക്ക് എങ്ങനെയും കിട്ടിയതല്ല, ദൈവം നമ്മളെ ഏൽപ്പിച്ച വിശ്വാസം. സ്തോത്രം. പറയുന്നുണ്ട്, ദൈവം ഓരോരുത്തരുടെ വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ എന്ന് പറയാറുണ്ട്. സ്തോത്രം. അപ്പോൾ ദൈവമാണ് നമ്മളെ വിശ്വാസം ഫലമേൽപ്പിച്ചത്. എന്നാൽ പലപ്പോഴും ഈ വിശ്വാസത്തിന് വേണ്ടി ഈ ഫലമേൽപ്പിച്ച വിശ്വാസത്തിൽ നിൽക്കാൻ കഴിയാതെ പലപ്പോഴും നമ്മൾ പ്രതിസന്ധികൾക്ക് നടുവിൽ തളർന്നു പോകാറുണ്ട്, അല്ലേ? സ്തോത്രം. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്പസമയം ഒന്ന് ക്ഷമയോടെ കേട്ടിരിക്കണം. കുറച്ച് കഴിയുമ്പോൾ ഈ അന്തരീക്ഷം മാറും, എനിക്കറിയാം. അതുകൊണ്ട് ഈ ആരംഭത്തിൽ കുറച്ച് സമയം ഇത് കേൾക്കണം എന്നെനിക്ക് നിർബന്ധമുണ്ട്. കാരണം ഈ ദിവസം കർത്താവിനോട് വളരെ ഗൗരവമായിട്ട് സംസാരിച്ചൊരു കാര്യമാണ്. വിശ്വാസം എല്ലാവർക്കും ഉണ്ട്, പക്ഷെ പലപ്പോഴും വിശ്വാസത്തിന് വേണ്ടി പോരാടാൻ നമുക്ക് പറ്റാറില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം എപ്പോഴാണോ അത് ഈ വിശ്വാസമല്ലാതെ മറ്റൊന്നും ക്രിസ്തീയ ജീവിതത്തിന്റെ ആധാരമില്ല. ആമേൻ. വിശ്വാസത്തിന് സാഹചര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. വിശ്വാസത്തിന്. സ്തോത്രം. ആമേൻ. ഞങ്ങളിവിടെ യു എയിലായിരുന്നപ്പം എൻ്റെ വൈഫിന്റെ ചേച്ചി, അവളുടെ വിവാഹം ഒത്തിരി താമസം നടന്നത്. ഏകദേശം 39-40 വയസ്സ്, 38 വയസ്സായിട്ടാണ് നടന്നത്. അപ്പോൾ 22-23 വയസ്സുള്ളപ്പോൾ തൊട്ട് വിവാഹം ആലോചിച്ചു. പക്ഷെ ഒന്നും നടക്കുന്നില്ല. പെണ്ണിനെ ഇഷ്ടപ്പെടുമ്പോൾ ചെറുക്കൻ ഇഷ്ടപ്പെടത്തില്ല, ചെറുക്കൻ ഇഷ്ടപ്പെടുമ്പോൾ പെണ്ണിനെ ഇഷ്ടപ്പെടുത്തില്ല, ഇവർക്ക് രണ്ടുപേർക്ക് ഇഷ്ടപ്പെടുമ്പോൾ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇങ്ങനെ കല്യാണം മാറി ഏകദേശം 38 വയസ്സ് വരെ, 38 വയസ്സ് അടുത്ത് വരെ ഉള്ള വിവാഹത്തിന് താമസിച്ചു. സ്തോത്രം. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ചേച്ചിയോട് സംസാരിച്ചു, പറഞ്ഞു ഉപവസിക്കാനിട്ടില്ല, ഞങ്ങളെല്ലാവരും ഉപവസിക്കുന്നു. 3, 7, 14, 21, 40 ഈ ഒറ്റ വിഷയത്തിന് പ്രാർത്ഥിക്കുക. സ്തോത്രം. പക്ഷെ എന്ത് ചെയ്തിട്ട് വിവാഹം നടക്കുന്നില്ല. ആമേൻ. സ്തോത്രം. അപ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ വൈഫ് ചേച്ചി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് പരിശുദ്ധാത്മാവോട് പറഞ്ഞു, ഈ വിഷയത്തിനകത്ത്
ഉപവാസവും പ്രാർത്ഥനയെക്കാളുപരി അവൻ വിശ്വാസത്തോടെയുള്ള ഒരു ചില പ്രവർത്തികൾക്ക് വിശ്വാസത്തോടെ ചില പ്രവർത്തികൾക്ക് അവൻ പെട്ടെന്ന് വിടുതൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ കർത്താവ് എനിക്ക് അതിന് ഒരു വചനം തന്നു. നമുക്കറിയാം ഈ ഏലിയാവ്, ഈ ആകാശത്തെ അടച്ചൊരു ഭക്തൻ ഏലിയാവ്. അവൻ പറയുന്ന വാക്ക് ഇതാണ്, ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണെങ്കിൽ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴ പെയ്യത്തില്ലെന്ന് പറഞ്ഞ് അവൻ ആകാശത്തെ അടച്ചു. അങ്ങനെ 3.5 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ദൈവം എന്ന് പറയുന്നു, നീ പോയിട്ട് ആഹാബിന് നിന്നെ തന്നെ കാണിക്കാം, ഞാൻ മഴ പെയ്യിക്കാൻ പോകുന്നു എന്ന്, പുലർത്തിൽ മഴ പെയ്യിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. വചനം പഠിക്കുമ്പോൾ ഏലിയാവ് പോയിട്ട് എന്ത് ചെയ്തു? ഈ ആഹാബിനോട് എന്ന് പറയാൻ ബാല്യക്കാരോട് പറയുകയാണ്, മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നുണ്ട്, നീ രഥം പൊട്ടി പോകാൻ പറയും. ഇത് ചെയ്തിട്ട് വചനം ഇങ്ങനെ പറയുന്നു, ഏലിയാവോ അവൻ കർമ്മേലിയുടെ മുകളിൽ കയറി തല മുഴങ്കാലുകൾക്ക് നടുവിൽ വെച്ച് ഇരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നമ്മളെല്ലാം കേട്ടേക്കണം, അവിടെ ഞാൻ വേറെ ഇത് നെഗറ്റീവായിട്ട് ചിന്തിക്കില്ല. നമ്മളെല്ലാം കേട്ടിട്ടുള്ളതും പ്രസംഗിച്ചിട്ടുള്ളതും അവനവിടെ നിന്ന് പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ ആ ഭാഗത്ത് പ്രാർത്ഥിച്ചെന്ന വാക്ക് എഴുതിയിട്ടില്ല, പക്ഷെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. പക്ഷെ അവിടെ പറയുന്നു മുഴങ്കാലുകൾക്കിടയിൽ തല വെച്ചിരുന്നു. എൻ്റെ ഒരു ചോദ്യം, കർത്താവാണ് അവനോട് പറഞ്ഞു ഞാൻ മഴ പെയ്യിക്കാൻ പോകുന്നു. ഈ മഴ പെയ്യിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ ആ ദൈവശബ്ദം പറഞ്ഞ ദൈവം ആയതുകൊണ്ട് പിന്നെ പെയ്യിക്കണേ എന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ ചോദ്യമാണ്. കർത്താവ് പറയുകയാണ് മഴ പെയ്യിക്കാൻ പോവുക, പറഞ്ഞ ദൈവമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ വീണ്ടും വീണ്ടും എന്നെ ഓർപ്പിക്കേണ്ട ആവശ്യം വരും, ഞാൻ മനുഷ്യരാണ്. പക്ഷേ പറഞ്ഞത് ഏലിയാവ് പറയുന്നത് എൻ്റെ ഉടയവനും ഞാൻ സേവിക്കുന്നവനുമായ ദൈവമാണ്. അവൻ പറഞ്ഞു മഴ പെയ്യിക്കണമെന്ന് പറഞ്ഞാൽ അവൻ ആരൊക്കെ തടസ്സം നിന്നാലും അവൻ മഴ പെയ്യിക്കും. ആമേൻ. അപ്പോ ഇവൻ കയറി ഈ മുഴങ്കാലുകൾക്കിടയിൽ തല വെച്ചിരുന്നിട്ട് ബാല്യക്കാരോട് പറഞ്ഞൊരു വാക്കുണ്ട്, നീ പോയിട്ട് ഈ സമുദ്രത്തിന് കടലിന്റെ നേരെ നോക്കണം, വലിയ മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ കേട്ട ദൈവശബ്ദമായിരുന്നു മഴ പെയ്യിക്കാൻ പോകുന്നു. ആമേൻ. എപ്പോൾ ദൈവം ഈ വാക്തത്വം അവനോട് പറഞ്ഞു, അല്ലെങ്കിൽ കാര്യം അവനോട് പറഞ്ഞു, അപ്പോൾ മുതൽ ഈ കാര്യത്തിന്റെ ഈ പ്രവൃത്തിയുടെ മുഴക്കം അവന്റെ ചെവിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ ഇവൻ കേട്ട ഈ മഴയുടെ ദൈവം പെയ്യിക്കാമെന്ന് പറഞ്ഞ മഴയുടെ മുഴക്കം ഇവന്റെ ചെവിയിൽ ഇരമ്പിക്കൊണ്ടിരുന്നു. അവൻ പറയുന്നത് ബാല്യക്കാരൻ നീ പോയി നോക്കണം, കാരണം കേട്ടത് ഞാനാണ്, ഇത് കാണുന്നത് വരെ എനിക്ക് ഇവിടുന്ന് എഴുന്നേൽക്കാൻ പറ്റത്തില്ല. മഴയുടെ മുഴക്കം കേട്ടത് ഞാനാണെങ്കിൽ ഇത് പെയ്യാതെ എനിക്ക് ഇവിടെ നിന്നും എഴുന്നേൽക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ബിനാന്തി കർത്താവോട് പറയുന്നു, ആരംഭത്തിൽ പറയുന്നു, മഴയുടെ മുഴക്കം കേട്ടത് ബിനാന്തി ആയതുകൊണ്ട് ഇത് പെയ്ത് കാണുന്നത് വരെ അവൻ ദൈവം വാക്ക് മാറത്തില്ലെന്ന് എന്നോട് പറയുക. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ. മറ്റു പലരും ഉണ്ടാവും, അവരെല്ലാം പോയി നോക്കാൻ കൂടെ ഉണ്ടാവും. പക്ഷെ കേട്ടത് ഏലിയാവ് ആയതുകൊണ്ട് ഇത് പെയ്യുന്നത് വരെ ആമേൻ അവൻ മുഴങ്കാലിൽ നിന്നും എഴുന്നേൽക്കാതെ എന്ത് ചെയ്തു? കാത്തിരിക്കുക. ആമേൻ. സ്തോത്രം. ബാല്യക്കാരനോട് പറയുകയാണ്, ഇവൻ 6 പ്രാവശ്യം നോക്കിയിട്ട് കണ്ടില്ല, പക്ഷെ അവൻ മടുത്തില്ല. വചനം പറയുന്നു 7ാമത്തെ പ്രാവശ്യം അവർക്ക് പറയുന്നു ഈ കടലിൽ നിന്നും കൈ പോലുള്ള ഒരു മേഘം ഉയർന്നു വരുന്നു. ബാല്യക്കാരനറിയാം, ഈ കൈ പോലുള്ള മേഘം കൊണ്ട് 3.5 വർഷം അടഞ്ഞിരുന്ന ഉണങ്ങിപ്പോയ രാജ്യത്തിനൊന്നും സംഭവിക്കത്തില്ല. പക്ഷെ ഏലിയാവ് ഈ കൈ പോലുള്ള മേഘത്തെ വിശേഷിപ്പിക്കുന്നത് ആമേൻ ഒരു പെരുമഴയുടെ മുഴക്കമുണ്ട്, നീ പറയണം ആഹാബിനോട് ഓടിക്കൊള്ളാൻ പറയുക എന്ന് പറഞ്ഞാൽ സ്തോത്രം. നമ്മൾ കാണുന്ന കേൾക്കുന്ന ചെറിയ ദൈവശബ്ദങ്ങൾ, ഹോളി സ്പിരിറ്റ്, നമ്മൾ കേൾക്കുന്ന ചെറിയ ദൈവവചനങ്ങൾ, നമ്മൾ കേൾക്കുന്ന നമ്മുടെ ഉള്ളത്തെ തൊടുന്ന ചെറിയ ഭാഗങ്ങൾ അസാധാരണമായ ദൈവപ്രവർത്തിയുടെ മഴയെ കൊണ്ടുവരും ശക്തം. ഈ വചനം എൻ്റെ ഉള്ളിൽ തട്ടിയപ്പോൾ ഞാൻ എൻ്റെ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഇതിനകത്തുനിന്ന് ചെയ്യേണ്ട കാര്യം ഹല്ലേലൂയ. ഈ നമ്മൾ പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല, നമ്മൾ ഉപവസിക്കാഞ്ഞിട്ടല്ല നടക്കാത്തത്. പക്ഷെ എന്നോട് കർത്താവ് പറയുന്നു നമ്മൾ വിശ്വാസത്തിൻ്റെ ഒരു സ്റ്റെപ്പ് അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നു. ഞാൻ ചേച്ചി പറഞ്ഞു, നമുക്ക് നാളെ രാവിലെ നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയെല്ലാം വെട്ടിത്തെളിച്ചിട്ട് എന്ത് ചെയ്യണം, ഈ കല്യാണം ആലോചിക്കാനുള്ള വണ്ടി കയറി വരാനുള്ള ഭാഗത്തിൽ ഒരു റോഡ് പോലെ വഴി വെട്ടി നമുക്ക് റെഡിയാക്കിയിടാകും. ഞങ്ങളെല്ലാം കൂടെ കൂടി, ഞാനും എൻ്റെ വൈഫിൻ്റെ ചേച്ചി കൂടെ കൂടിയിട്ട് ഞങ്ങൾ ആ വഴി ഇങ്ങനെ ഈ പുല്ലെല്ലാം വെട്ടി ഇങ്ങനെ കറക്റ്റ് ലെവലിൽ വെട്ടി റോഡ് പോലെ ഷേപ്പിൽ വെട്ടി മുഴുവൻ അടിച്ച് ക്ലീൻ ചെയ്ത് കൊണ്ടിട്ടു. അന്ന് ഞങ്ങൾ പകല് പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന് ഞാൻ വെളിപ്പാട് കാണുകയാണ്. ഒരു കാറിനകത്ത് 5 പേര് വന്ന് മുറ്റത്തേക്ക് വന്ന് ഇറങ്ങുന്നു. ഞാൻ പറഞ്ഞു, ചേച്ചി ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്, നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു. 3ാമത്തെ ദിവസം ഞങ്ങൾ കണ്ടതുപോലെ തന്നെ ഒരു കാറ് ഒരു കല്യാണത്തിന് കയറി വന്നു. അവർ വന്ന് കണ്ടു, ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു 2 ആഴ്ചക്കുള്ളിൽ കല്യാണം നടന്നു. സ്തോത്രം. നിങ്ങൾ കണ്ടു, 20 വർഷമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. പക്ഷെ ഞാൻ പറഞ്ഞത്
ഈ പ്രാർത്ഥിക്കരുതെന്നല്ല, പ്രാർത്ഥനയ്ക്ക് ശക്തിയില്ലെന്നല്ല ഞാൻ പറയുന്നത്. ചില സമയത്ത് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്ന കാര്യത്തിൽ അത് അപ്ലൈ ചെയ്യുന്നിടത്ത് അസാധാരണമായ ദൈവപ്രവൃത്തി ഉണ്ടാകും. സ്തോത്രം. നിങ്ങൾ എത്ര വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ കാര്യങ്ങൾ മേലെല്ലാം ദൈവത്തിൻ്റെതായ അസാധാരണമായ പ്രവർത്തികൾ വിശ്വാസത്തിന്റെ പുറത്ത് സംഭവിക്കുമെന്ന് വിശ്വാസത്തിന്റെ പ്രവർത്തികൾ സംഭവിക്കുമെന്ന് എത്ര വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ, കർത്താവ് നമ്മോട് സംസാരിക്കട്ടെ. ജീസസ് നെയിം. ഹല്ലേലൂയ. കർത്താവ് നമ്മോട് ഇടപെടട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ രാത്രിയിലെ മീറ്റിംഗ് അസാധാരണമായ ദൈവപ്രവൃത്തിക്ക് കാരണമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ പറയുന്നത് വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന്റെ ആവശ്യകത. ഹല്ലേലൂയ. വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന്റെ ആവശ്യകത. സ്തോത്രം. ഇവിടെ അങ്ങനെയാണ് അതിന് എഴുതിയിരിക്കുന്നത്. ഈ 3-ാം വാക്യം, പ്രിയരെ, പൊതുവുള്ള രക്ഷയെക്കുറിച്ച് എഴുതുവാൻ സകല പ്രയത്നം ചെയ്യുകയും, സ്തോത്രം, അതിനെ പറയുന്നു വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ വിശ്വാസത്തിന് വേണ്ടി പോരാടണമെന്ന് ഈ അപ്പോസ്തലന് തോന്നണമെങ്കിൽ അതിനുള്ള സമയമായതുകൊണ്ടാണ് അങ്ങനെ തോന്നാനുണ്ടായ കാരണം. സ്തോത്രം. അപ്പോൾ ഈ ഫലമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരാൾ കാര്യം വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന കാര്യത്തിനാണ് ഫലമേൽപ്പിക്കുക എന്ന് പറയുന്നത്. സ്തോത്രം. അത് ഒരാൾക്ക് നമ്മളിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഏൽപ്പിക്കുന്നത്. സ്തോത്രം. ഈ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 6-ാം അധ്യായം 65-ാമത്തെ വാക്യം പറയുമ്പോൾ, ഈ വചനം പഠിപ്പിച്ചു വരുമ്പോൾ കർത്താവ് പറയുന്നു, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകത്തില്ല എന്നെല്ലാം പറയുമ്പോൾ ഈ ഉപദേശം കഠിനമാണെന്ന് പറഞ്ഞ് ശിഷ്യന്മാരെന്ത് ചെയ്തു? പലരും അവനെ വിട്ട് അന്ന് മുതൽ മാറിപ്പോയി, പിന്നെ ആരും അവന്റെ കൂടെ സഞ്ചരിച്ചില്ലെന്ന് വചനം പറയുന്നു. ഇത് കണ്ടപ്പോൾ കർത്താവ് ശിഷ്യന്മാർ 12 പേരോട് പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾക്കും വേണമെങ്കിൽ പോകാം. എനിക്ക് ആ വാക്ക് എൻ്റെ ഉള്ളത്തിൽ തറച്ചൊരു വാക്കാണ്. ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങൾക്കും വേണമെങ്കിൽ പോകാം. എന്നാൽ പത്രോസ് പറഞ്ഞൊരു വാക്കുണ്ട്, ഗുരു, ഞങ്ങൾ നിന്നെ വിട്ട് എവിടേക്ക് പോകും? കാരണം നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കൽ ഉണ്ടെന്ന് പറയുക. അപ്പോൾ ഒന്നും കണ്ടുകൊണ്ടല്ല കർത്താവിന്റെ കൂടെ അവർ നിന്നത്. നിത്യജീവന്റെ മൊഴികൾ, ശബ്ദം മാത്രം, നിത്യജീവനെ കുറിച്ചുള്ള അറിവ് മാത്രമുള്ളത് കൊണ്ടാണ് കർത്താവിന്റെ കൂടെ അവർ നിന്നത്. അപ്പോൾ ഈ അവരുടെ ആവശ്യങ്ങൾ ഒത്തിരി അവർക്കുണ്ടായിരുന്നു. പത്രോസ് പലപ്പോഴും കരം കൊടുക്കാൻ പൈസ ഇല്ലെന്ന് പറയുന്നു. അവന്റെ ഒത്തിരി ആവശ്യങ്ങളുണ്ട്, രോഗങ്ങളുണ്ടായിരുന്നു, അവർക്ക് വിശന്നു എന്ന് വചനം പറയുന്നുണ്ട്. അങ്ങനെയാണ് വചനം പറഞ്ഞത്, വിശന്നത്ത് കതിർ പെറുക്കി ഈ കതിർ പെറുക്കി കൈകൊണ്ട് തിരിഞ്ഞ് തിന്നു എന്ന് വചനം പറയുക. സ്തോത്രം. എന്താ കാര്യം? അപ്പൊ ശിഷ്യന്മാർക്ക് വിശന്നു. അപ്പോ ഇവർക്ക് വിശപ്പുണ്ടായിരുന്നു, അല്ലേ? വിശപ്പുണ്ടായിരുന്നു, കർത്താവിന്റെ കൂടെയാണ്, പക്ഷെ വിശന്നു. എന്നാൽ ഇത്രയും എല്ലാ പ്രതിസന്ധികൾ കൂടി കടന്നുപോയപ്പോഴും ഇവർക്ക് മാറിപ്പോകാനാണെങ്കിൽ പോകാം, പക്ഷേ അവർ പറയുകയാണ്, കർത്താവേ, നിന്നെ വിട്ട് ഞങ്ങൾ എവിടേക്ക് പോകും? അപ്പോൾ അങ്ങനെ ഒരു ആത്മബന്ധമായി കർത്താവും ഈ 12 ശിശു, അല്ലെങ്കിൽ ഒന്ന് പറയുന്നത് പത്രോസൊക്കെ ആയിട്ട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. ഞാൻ പറയാം, നമുക്ക് ഇട്ടിട്ട് പോകാൻ ഒത്തിരി ചാൻസ് ഉണ്ടായിരുന്നു, അല്ലേ? വേണ്ടാന്ന് വെക്കാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിനും മറുപടി ഒന്നും കിട്ടിയൊന്നുമില്ലല്ലോ. പല വിഷയത്തിനും ഓപ്പോസിറ്റ് പരിഹാരമല്ല കണ്ടതും. അത് പ്രാർത്ഥിച്ച വിഷയത്തിന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത മറുപടിയല്ലേ കിട്ടിയത്. എന്നിട്ട് എന്താ പോകാത്തെ? എനിക്കൊരു കാര്യം മനസ്സിലായത്, വിട്ടുപോകാൻ പറ്റാത്ത ഒരാത്മബന്ധം കർത്താവ് നമ്മളുമായിട്ട് എവിടെയൊക്കെ കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹോളി സ്പിരിറ്റ്. നമുക്ക് കിട്ടുന്ന പ്രാർത്ഥനയുടെ മറുപടി അല്ലല്ലോ കർത്താവുമായിട്ട് നമ്മളെ കണക്ട് ചെയ്തത്. നമുക്ക് കിട്ടുന്ന പ്രാർത്ഥനകളുടെ മറുപടി ആയിരുന്നുവെങ്കിൽ മറ്റു പലരും പോയതുപോലെ നമ്മൾ പോകത്തില്ലായിരുന്നോ? ഭർത്തിമാരി പോയതുപോലെ പിന്നെ അവനെ കണ്ടില്ലല്ലോ. അവൻ വഴിയരിയിൽ നിലവിളിച്ച മറ്റു പലരും ഉണ്ടല്ലോ. അവൻ തൊട്ട് സൗഖ്യമാക്കിയ കുളക്കടവിലെ 38 വർഷമായിട്ട് അവനെ പിന്നെ കണ്ടില്ലല്ലോ. പക്ഷേ ഒന്നും കിട്ടിയില്ല. പലപ്പോഴും പട്ടിണിയാണ്, കരമടയ്ക്കാൻ പൈസ ഇല്ല. പക്ഷെ എന്താ പത്രോസ് പോകാൻ പറ്റത്തെ? ഞാനും കർത്താവും എവിടേക്ക് കണക്ട് ചെയ്യപ്പെട്ടു. ഞാൻ അവനെ വിശ്വസിച്ചു പോയി. ഇന്ന് രാത്രി വാരം കേൾക്കുമ്പോൾ അവൻ പ്രാർത്ഥനകളുടെ മറുപടി അല്ല നമ്മളെ കർത്താവുമായിട്ട് കണക്ട് ചെയ്തത്. എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറയട്ടെ, ഈ കർത്താവ് നമുക്ക് ഇഷ്ടമല്ലാത്ത പലരെയും കർത്താവിന് ഇഷ്ടമാണ്. എനിക്ക് മനസ്സിലായി. എൻ്റെ വിശ്വാസ ജീവിതത്തിന്റെ ഈ ഓട്ടത്തിൽ എനിക്ക് വളരെ ഇഷ്ടമല്ലായിരുന്നു. പലരും പല കാര്യങ്ങൾ കാണിക്കുമ്പോൾ ഈ കൺവെൻഷനൊക്കെ അല്ലെങ്കിൽ പല സ്റ്റേജുകളിൽ നിന്ന് പാസ്റ്റർമാര് അവര് ജാട കാണിക്കുക, അങ്ങനെ ക്ഷമിക്കണം, ഞാൻ അങ്ങനെയൊക്കെ കാണിക്കണമെന്ന് എനിക്ക് അവർ ഇഷ്ടമല്ലായിരുന്നു.
പക്ഷെ പിന്നീട് അവരെല്ലാം ബാക്ക്ഗ്രൗണ്ട് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് ഇഷ്ടമല്ലെങ്കിലും കർത്താവിന് അവരെ ഇഷ്ടമാണ്. ഇവരും കർത്താവുമായിട്ടൊക്കെ എവരൊക്കെ കണക്ട് ചെയ്യപ്പെടുന്നുണ്ട്. സ്തോത്രം. എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമല്ലെങ്കിലും അല്ലെങ്കിൽ നമ്മളെ ആർക്കും ഇഷ്ടമല്ലെങ്കിലും കർത്താവും നമ്മളുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്ന ഏതൊക്കെ ഏരിയ ഉണ്ട്, ആ ഏരിയയിൽ വരുമ്പോൾ നിസ്സഹായരാകുക. നമ്മൾ പറയാം കർത്താവ് അവന് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞാലും ആ ഏരിയ വരുമ്പോൾ കർത്താവ് ചെയ്യും. കർത്താവ് പറയും, എന്നോ എനിക്ക് അവനോട് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് അവനുമായിട്ട് എവിടെ ഒരു അറിയാത്തൊരു ബന്ധമുണ്ട്, അല്ലേ? ആ ബന്ധമല്ലേ നമ്മളൊക്കെ നിർത്തിയേക്കണേ? ആ ബന്ധത്തിന്റെ പുറത്തല്ലേ നമ്മളൊക്കെ ഇപ്പോൾ കടന്നു പോകുന്നത്? സ്തോത്രം. എന്നാൽ ഈ പ്രാർത്ഥനകളുടെ വിഷയമായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ പ്രാർത്ഥനകളുടെ മറുപടി കിട്ടിയിട്ടായിരുന്നുവെങ്കിൽ, അതായിരുന്നു ആധാരമെങ്കിൽ നമ്മൾ അത് നിൽക്കത്തില്ല. പലപ്പോഴും വിട്ടുപോയാലും. പക്ഷെ പ്രാർത്ഥനകളുടെ മറുപടി ഇല്ലെങ്കിലും, നമ്മൾ വായിക്കുന്നില്ലേ, നമ്മൾ പ്രവചന പുസ്തകം വായിക്കുന്നില്ലേ, ഗോശാല കന്നുകാലി ഇല്ലെങ്കിലും, അവൻ അത്യാവശ്യം ഫലം തന്നില്ലെങ്കിലും, മുന്തിരിവള്ളി കായ്ച്ചില്ലെങ്കിലും ഞാൻ എൻ്റെ കർത്താവിൽ സന്തോഷിക്കും എന്ന് പറയാൻ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? എന്ന് പറയാൻ അർത്ഥം നമ്മളെ കർത്താവിന് വേണ്ടെന്നല്ല. നിങ്ങൾ നോക്കണം, ഈ ഭർത്തിമാരുടെ വിഷയത്തിൽ ദൈവം ഇടപെട്ടില്ലെങ്കിൽ അവൻ നമ്മളെ പോലെ പറയും, എന്നാ യേശു ഞാൻ കുറെ വിളിച്ചാൽ വഴിയുന്നു, ഒരു പ്രയോജനമില്ല, അവൻ നിന്നില്ല. ആമേൻ. അവൻ തിരക്കാം, ആളുകളെല്ലാം ചുറ്റുമുണ്ട്, മറ്റു പലർക്കും ഒരു സൗഖ്യം കൊടുത്തു, ഞാനും വിളിച്ച പ്രയോജനമില്ല. അവൻ പക്ഷെ ഭർത്തിമാരെ ഒറ്റ വിളിയെ വിളിച്ചുള്ളൂ, അവൻ അവിടെ നിന്നു എന്ന വചനം പറയുന്നു. അവൻ നിന്നു. അവൻ നിന്നിട്ട് എന്ത് ചെയ്തു? അവനെ വിളിക്കാൻ പറയും, തടഞ്ഞവരോട് പറയുകയാണ് അവനെ വിളിക്കാൻ പറയും. നോക്കിക്കേ, ഭർത്തിമായി ഒറ്റ വിളിക്കാൻ നിന്നു. പക്ഷെ ലാസറിന്റെ വീട്ടിൽ അവനെ അറിയിച്ചു. 4 ദിവസം കഴിഞ്ഞാ പോയത്. 4 ദിവസം കഴിഞ്ഞാ പോയത്. സ്തോത്രം. നോക്ക്, അവൻ ഈ സമാന സ്വഭാവമുള്ള പ്രശ്നം ഉണ്ടായവരെല്ലാം കർത്താവിനെ അറിയിക്കുക. പക്ഷെ ദൈവം ഇടപെടുന്ന രീതി കണ്ടോ? ഈ ഭർത്തിമായി വിളിച്ചപ്പോൾ അതേ സെക്കൻഡ് വിടുതൽ കൊടുത്തു. പക്ഷെ എന്റെ വിഷയത്തിൽ എന്താ കർത്താവ് ഇടപെടാത്തത്? നമ്മൾ ചോദിക്കാറില്ല. അങ്ങനെ ചോദിച്ചിട്ടില്ല? ഉണ്ട്, ചോദിച്ചിട്ടുണ്ട്, ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും വിട്ടതില്ല. എനിക്കൊരു കാര്യം മനസ്സിലായത്, ഈ ഭർത്തിമായിക്ക് കർത്താവിന് വലിയ വിശ്വാസമൊന്നും ഉണ്ടായില്ല. അവൻ സൗഖ്യമാക്കുവാൻ, അവൻ ദാവീദ് പുത്രനാണ്, സൗഖ്യം കിട്ടുന്നത് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ ഈ എനിക്ക് മനസ്സിലായ ഒരു വചനം പറയട്ടെ. ഈ വചനം പഠിച്ചപ്പോൾ ഈ ലാസറിനെയും ഈ മാർത്തയും മറിയെല്ലാം കർത്താവിന് വിശ്വാസമായിരുന്നു. ആമേൻ. ഏതറ്റം വരെ പോയാലും അവരാരും ഇട്ടിട്ട് പോകത്തില്ലെന്ന് കർത്താവ് നന്നായിട്ട് അറിയായിരുന്നു. പ്രിയരെ, നമ്മളെല്ലാം വിശ്വാസം നിൽക്കുന്നതിന് കാരണം നമുക്ക് കർത്താവിനുള്ള വിശ്വാസത്തെക്കാൾ ഉപരിയായിട്ട് ദൈവത്തിന് നമ്മിലുള്ളൊരു വിശ്വാസമുണ്ട്. എന്ത് വന്നാലും എന്തൊക്കെ ഉണ്ടായാലും ഇവൻ അല്ലെങ്കിൽ ഇവൾ എന്നെ വിട്ട് മാറത്തില്ലെന്ന് ഇവന് നമ്മെ ഭയങ്കര വിശ്വാസമാണ്. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ട് വരാത്ത നന്ദി പറഞ്ഞ കർത്താവിന് അല്പസമയം സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ നമ്മൾ വിശ്വസിച്ചതിനേക്കാൾ ഉപരി അവൻ കർത്താവിനോട് പോയി, ലാസർ, എനിക്കറിയാം എന്റെ ലാസർ. അവൻ നിങ്ങൾ നോക്കിക്ക്, എന്റെ മാർത്ത, എന്റെ മറിയ, ഞാൻ ചെന്നില്ലെങ്കിലും അവർ കുറ്റം പറയത്തില്ല എന്നെ. സ്തോത്രം. നോക്കിക്ക്, ഈ നമ്മള് ഒരു കാര്യം, നമുക്കൊരു കുളിമുറി തരാമെന്ന് പറഞ്ഞ പഞ്ചായത്ത് മെമ്പർ ആ വഴി വന്നില്ലെങ്കിൽ അടുത്ത ലക്ഷം നമ്മൾ അവിടെ ചോദ്യം ചെയ്തില്ല, താൻ എവിടെയായിരുന്നു ഇത്രയെന്ന് ചോദിക്കാറില്ലേ? പക്ഷെ ഇവിടെ മരിക്കാൻ കിടക്കുന്ന രോഗി കർത്താവ് ചെന്നില്ല. പക്ഷെ മാർത്തയും മറിയം പറഞ്ഞ കാര്യം, കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. ആ വാക്ക പറഞ്ഞുള്ളൂ, അല്ലാതെ കർത്താവ് ചോദ്യം ചെയ്തില്ല. അവർ അമേൻ. സ്തോത്രം. ആമേൻ. കർത്താവ് അമേൻ. അപ്പോൾ വിശ്വാസത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പോരാടണം. അപ്പൊ ചില സമയത്ത് നമ്മുടെ മാനുഷികമായ വാക്കുകളും ശബ്ദങ്ങളും പരാജയപ്പെടുന്ന ആ സ്ഥലത്ത് ആമേൻ നമ്മുടെ വിശ്വാസത്തിന് അസാധാരണമായ പ്രവൃത്തിയെ കൊണ്ടുവരാൻ പറ്റും. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ഈ പത്രോസിനെ അവര് ആരൊക്കെ മാറിപ്പോയിട്ട് ശിഷ്യന്മാർ മാറിപ്പോയില്ല. അത് പറഞ്ഞ കർത്താവ് നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കൽ. ആമേൻ. ഈ യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വാക്ക് പറയുന്നുണ്ട്. അവർ പറയുകയാണ്, യേശുവോ അവരെ എല്ലാം നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ വിശ്വസിച്ച് അവരുടെ പക്കൽ ഏൽപ്പിച്ചില്ല എന്നൊരു വാക്ക് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഇവരെ നന്നായിട്ട് അറിയാം. കർത്താവിന് നമ്മുടെ എല്ലാ സ്വഭാവം നന്നായിട്ട് അറിയാം, അല്ലെ? അതിന് നമ്മുടെ വീട്ടുകാർക്കും നാട്ടുകാർക്കും നമ്മുടെ ഭർത്താവിനും ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും അപ്പനും അമ്മയ്ക്കും നമ്മളെ അറിയുന്നതിനേക്കാൾ നന്നായിട്ട് കർത്താവിന് നമ്മളെ അറിയാം. സ്തോത്രം. അതുകൊണ്ട് ഇങ്ങനെ പറയുന്നു, അവനെ തന്നെ വിശ്വസിച്ച് അവരുടെ പക്കൽ ഏൽപ്പിച്ചില്ല. അപ്പോൾ വിശ്വാസത്തിന് അങ്ങനെ അസാധാരണമായ പവർ, ശക്തിയാണ് വിശ്വാസത്തിനുള്ളത്. അതുകൊണ്ടാണ് ഈ പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് എഴുതുവാൻ യൂദ സകല പ്രയത്നവും ചെയ്തപ്പോഴും ദൂത് മാറിപ്പോയി. എന്താ കാരണം? ഈ കാലഘട്ടത്തിൽ വേണ്ടത്, സ്തോത്രം, ഈ കാലഘട്ടത്തിൽ വേണ്ടത് പൊതുവുള്ള രക്ഷയല്ല എന്ന് അപ്പോസ്തലൻ നന്നായിട്ട് മനസ്സിട്ട് പറയുകയാണ്. വിശ്വാസത്തിന് വേണ്ടി പോരാടുക. ഈ എഫെസ്യർ ലേഖനം 6-ാം അധ്യായത്തിലാണ് ഈ പോരാട്ടത്തെ കുറിച്ച് വചനം പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം.
ഈ വചനം പഠിക്കുമ്പോൾ നമുക്കറിയുന്നത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. നമുക്ക് ആ വാക്യം തന്നിട്ട് അറിയാം, എല്ലാം വായിപ്പിക്കുന്നില്ല, നമുക്ക് സമയത്ത് പറഞ്ഞു പോകാം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാരത്തിലെ ലോകാധിപതി, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന. സ്തോത്രം. സ്തോത്രം. അപ്പോൾ നമുക്ക് പോരാട്ടമുള്ളത് സ്തോത്രം, പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. സ്തോത്രം. അപ്പൊ അങ്ങനെ പറയാൻ എന്താ കാരണം? നമ്മുടെ പോരാട്ടം പലപ്പോഴും ജഡരക്തങ്ങളോട് ആയതുകൊണ്ടാണ്. സ്തോത്രം. നമുക്ക് പോരാട്ടമുള്ളത് പാസ്റ്റർമാരോടല്ല, നമുക്ക് പോരാട്ടമുള്ളത് വിശ്വാസികളോടല്ല, നമുക്ക് പോരാട്ടം അമ്മായിമ്മയ്ക്ക് പോരാട്ടമുള്ള മരുമോളോടല്ല, മരുമോൾക്കുള്ളത് അമ്മായിനോടല്ല പോരാട്ടമുള്ളത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടൊന്നും അല്ല. സ്തോത്രം. അപ്പൊ പിന്നെ എന്തിനൂടാ? നമുക്ക് പോരാട്ടമുള്ളത് നമ്മുടെ വിശ്വാസത്തെ ഡ്രോപ്പ് ചെയ്യിക്കുന്ന ചില സംഗതികളുണ്ട്. നമ്മുടെ പോരാട്ടം അതിനോടായിരിക്കണം. സ്തോത്രം. കാരണം വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് യേശു ലാസറിന്റെ വീട്ടിൽ വെച്ച് 2 പ്രാവശ്യം പറഞ്ഞത്. എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് വീണ്ടും പറയുക. അപ്പൊ ലാസറിന്റെ വീട്ടിൽ എന്തെങ്കിലും കർത്താവിന് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വിശ്വസിക്കുന്നവന് വേണ്ടി മാത്രമേ കർത്താവിന് ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. അപ്പോൾ അതുകൊണ്ടാണ് കർത്താവ് അങ്ങനെ എടുത്തു പറഞ്ഞത്. സ്തോത്രം. അപ്പോൾ വിശ്വാസത്തിന് വേണ്ടി പോരാടണമെങ്കിൽ ഈ നമ്മുടെ വിശ്വാസത്തെ തകർത്ത് കളയുന്ന, തളർത്തിക്കളയുന്ന ആ ഏരിയ ഉണ്ടല്ലോ, എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് ദൈവശബ്ദം കേൾക്കാൻ പറ്റാതെ നമ്മൾ പോകാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ സാഹചര്യങ്ങളെ പിശാച് പലപ്പോഴും പ്രതികൂലമാക്കി വെക്കും. അപ്പോൾ ഈ പ്രതികൂലമാക്കി വെക്കുന്ന സാഹചര്യമാണ് ദൈവത്തിൽ നിന്നുമുള്ള ശബ്ദം കേൾക്കാൻ കഴിയാതെ പലപ്പോഴും നമ്മൾ ഡൈവേർട്ടായി പോകാനുള്ള കാരണം. നമുക്കറിയാമോ, ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്ന ഒരു ഏരിയ ഉണ്ട് നമ്മുടെ തലക്കകത്ത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ദൈവശബ്ദം നമ്മൾ കേൾക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അതേ ഏരിയ തന്നെയാണ് നമ്മുടെ പ്രതിസന്ധികൾ നമ്മൾ ഹിറ്റ് ചെയ്യുന്നത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മളെ വിളിക്കുന്ന, അല്ലെങ്കിൽ കർത്താവ് നമ്മോട് സംസാരിക്കുന്ന, പരിശുദ്ധാത്മാവ് നമ്മൾ ഇടപെടുന്ന, നമ്മുടെ മൈൻഡിന്റെ ഈ ചിന്താഗതികൾ നടക്കുന്ന സ്ഥലമുണ്ടല്ലോ, ഈ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളെ കൊണ്ടുവന്ന് പിശാച് കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ദൈവശബ്ദത്തെ മറച്ചു കളയുന്ന പ്രതിസന്ധികൾ കൊണ്ടിടുക. ഈ പടകിനകത്ത് ഈ ശിഷ്യന്മാർ വെള്ളം തള്ളിക്കയറി മുങ്ങുമാറായപ്പോൾ പടകിന്റെ അമരത്താണ് യേശു തലേണ വെച്ച് ഉറങ്ങിയത്. എന്നാൽ ഈ അമരത്ത് കിടന്നുറങ്ങുന്ന യേശുവാണെന്നും ഇവനാണ് 5000 പേർക്ക് ആഹാരം കൊടുത്തതെന്നും ഇവനാണ് ബെത്തിമായ്ക്ക് വിടുതൽ കൊടുത്തതെന്നും ഇവനാണ് മരിച്ചവരെ ഉയർപ്പിച്ചതെന്നും ഇവർക്ക് അറിയാമെങ്കിലും ഈ പ്രതിസന്ധി എല്ലാം വന്നപ്പോൾ സംഭവിച്ചതറിയാമോ? ഈ യേശുവിനുള്ള വിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടു. എന്ന് ചോദിക്കുവാണ്, നാഥ, ഞങ്ങൾ നശിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലേ? എന്ന് പറഞ്ഞാൽ കർത്താവ് എങ്ങനെയും രക്ഷപ്പെടും, ഞങ്ങളുടെ കാര്യം പോക്കാണ്. ഇതാണ് അതിനർത്ഥം. സ്തോത്രം. എന്നാൽ പറയുന്നത് ഇവിടെ ഇതേ പടകിന്റെ അകത്ത് തന്നെ യേശു കിടക്കുന്നത്. അപ്പൊ കിടക്കുന്ന പടകിന്റെ അകത്ത് യേശുവിനെ ഉണർത്തിട്ട് ചോദിക്കുന്നു, ഞങ്ങൾ നശിക്കുന്ന വിചാരമില്ലേ? എന്ന് പറഞ്ഞാൽ അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞത് ശിഷ്യന്മാരുടെ യേശുവാണ് പറഞ്ഞത്. അപ്പോൾ ഈ പ്രശ്നത്തിന്റെ നടുവിൽ നിങ്ങൾ തള്ളിവിട്ടിട്ട് മാറി നിൽക്കുന്നവനല്ല കർത്താവ്. അവൻ അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞാൽ അക്കരെ എത്തുന്നത് വരെ അവൻ കൂടെ ഉണ്ടാകും. ഉറക്കമുണർന്ന അല്ലെങ്കിൽ പടകിൽ നിന്നും എഴുന്നേറ്റ് യേശു ആദ്യം ചോദിച്ചത്, ഇവരുടെ ചോദ്യത്തിൽ പ്രതികരിക്കുകയല്ല ചെയ്തത്. അവർ ചോദിച്ച ചോദ്യം, നാഥ, ഞങ്ങൾ നശിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലേ എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. എന്താണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം? എനിക്ക് വിചാരമുണ്ട് എന്ന് തന്നെയാണ് മലയാളികളായ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയത്തുള്ളൂ. എന്നോട് ചോദിക്കുകയാണ്, പാസ്റ്റർ നിങ്ങൾക്ക് വിചാരമില്ലേ? ഞാൻ പറയും ഉണ്ട്, എനിക്ക് വിചാരമുണ്ട്, അങ്ങനെ പറയത്തുള്ളൂ. പക്ഷെ ഇവർ ചോദിച്ച ചോദ്യത്തിനല്ല കർത്താവ് ഉത്തരം പറഞ്ഞത്. കർത്താവിന്റെ സ്വഭാവം അതാണ്, ചോദിക്കുന്ന ചോദ്യത്തിനല്ലായിരിക്കും മറുപടി പറയുന്നത്. കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലേ എന്ന കർത്താവ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ അല്പവിശ്വാസി, നിങ്ങൾ ഭയപ്പെടുന്നത് എന്തിനാ? ഭീരുക്കളാകാൻ എന്ത്? ഇതാണ് കർത്താവ് ചോദിക്കുന്നത്. അപ്പൊ ചോദിക്കുന്ന ചോദ്യത്തിന് അവനല്ല മറുപടി കിട്ടുന്നത് എന്ന് മനസ്സിലായ വിചാരിച്ചോണം. കർത്താവ് പറയുന്ന മറുപടിയിൽ നിന്ന് മനസ്സിലാക്കിക്കോണം, ദൈവം ഇടപെടാൻ ആഗ്രഹിക്കുന്ന ഏരിയ ഇതാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പടകിൽ കയറ്റി കൊണ്ടുപോകേണ്ട ഒരാവശ്യമില്ല. അത് ഉല്ലാസയാത്ര ഒന്നും അല്ലല്ലോ. എന്തിനാണ് കൊണ്ടുപോയത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ നിന്നെ ഈ പടകിൽ കയറ്റിവിട്ടത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലെന്ന് ചോദിക്കാൻ കാരണം ഇതിനു മുമ്പ് വിശ്വാസം ഇല്ലായിരുന്നു. ഇത്രയും പ്രതിസന്ധികൾക്ക് നടുവിൽ കൂടെ പോകുമ്പോൾ അപ്പോ ഈ കർത്താവ് ഉണ്ടെങ്കിലും ദൈവസാന്നിധ്യം അടുക്കൽ ഉണ്ടെങ്കിലും ഇത് തിരിച്ചറിയാൻ പറ്റാതെ പലപ്പോഴും പ്രതിസന്ധികളുടെ കട്ടി കൂടുമ്പോൾ സംഭവിക്കുന്നത് ഈ അനുഭവിക്കുന്ന ദൈവസാന്നിധ്യത്തെ അത് മാറ്റിക്കളയും. സ്തോത്രം. മനസ്സിലായി ഞാൻ പറയുന്നത്? നമ്മൾ അനുഭവിക്കുന്ന ദൈവസാന്നിധ്യത്തെ മാറ്റിക്കളയാൻ ഏറ്റവും വലിയ പിശാച് കൊണ്ടുവരുന്നത് നമ്മുടെ മൈൻഡിനകത്ത് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ സ്ട്രെസ് കൊണ്ടിട്ട് എന്ത് ചെയ്യും? ദൈവവുമായിട്ടുള്ള ബന്ധത്തെ, ദൈവ സാന്നിധ്യത്തെ അല്ലെങ്കിൽ വിശ്വാസത്തെ കെടുത്തി കളയുക. അപ്പൊ കർത്താവ് പറയുന്നത് ഈ ഏരിയയോടാണ് നമ്മൾ പോരാടേണ്ടത്. സ്തോത്രം. നമ്മൾ ഈ ഏരിയയോടെ പോരാടേണ്ടത്.
നോക്കിക്കേ, ഈ എഫെസ്യർ 6-ാം അധ്യായത്തിൽ പറയുന്ന അവൻ 4 കാര്യങ്ങൾ. ഒന്ന്, വാഴ്ചകൾ. സ്തോത്രം. അത് നമുക്കറിയാം, നമ്മൾ പലപ്പോഴും മെസ്സേജ് എടുത്ത് ശക്തന്മാരായ ദിവസന്മാർ വന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. എനിക്കറിയാം, അവർ പറഞ്ഞിട്ടുള്ളത് പോലെ അവൻ ഈ പോരാട്ടമുള്ള ഏരിയയിൽ ഒന്ന് വാഴ്ചകൾ. ഇതാണ് അവൻ ഹയർ അത് സൈറ്റാനിക് വേൾഡിന്റെ ഹയർ അതോറിറ്റി എന്ന് പറയുന്നത് വാഴ്ചകളാണ്. വാഴ്ചകൾ. സ്തോത്രം. അവൻ അവൻ എന്ന് വെച്ചാൽ ലൂസിഫർ പോലുള്ള ഹയർ അതോറിറ്റിയിൽ നിൽക്കുന്ന സൈറ്റാനിക് വേൾഡ് ആണ് വാഴ്ചകൾ എന്ന് പറയുന്നത്. 2, അതിൽ നിന്നും ശക്തി ഉൾക്കൊണ്ടുകൊണ്ട് ഭൂമിയിലേക്ക് പ്രവർത്തിക്കാൻ കിട്ടുന്ന അധികാരം ഉൾക്കൊണ്ട അവൻ സാത്താന്യ തലത്തിന്റെ അടുത്ത തലങ്ങളാണ് അധികാരം എന്ന് പറയുന്നത്. നമ്മൾ അതിലേക്ക് പോകത്തില്ല, നമ്മൾ പോകുന്ന വിശ്വാസം തന്നെ പോകും. ഞാനൊന്ന് പറഞ്ഞിട്ട് നമുക്ക് കടന്നു പോകാലേക്ക്. അടുത്തത് മൂന്നാമത് പറയുന്നത് അന്ധകാരത്തിന്റെ ലോകാധിപതി. ഇതൊരു ടെറിട്ടോറി സ്പിരിറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഓരോ ടെറിട്ടറിയിൽ വന്ന് അധികാരം നടത്തുന്ന സ്പിരിറ്റ് ആണ്. ഇവനാണ് ഒരു ചർച്ചകൾക്കെതിരെ പോരാടുന്നത്. ഇവനാണ് ഒരു ഏരിയ മുഴുവൻ എന്ന് വെച്ചാൽ അടിമാലിയുടെ മേൽ നിൽക്കുന്ന ഒരു സാധാന്യ ലോകം. അവൻ പത്തനംതിട്ടയുടെ മേൽ നിൽക്കുന്ന, കൊച്ചിയുടെ മേൽ നിൽക്കുന്ന അങ്ങനെ ടെറിട്ടോറി സ്പിരിറ്റ് ആണ് അവൻ ഈ അന്ധകാരത്തിന്റെ ലോകാധിപതി എന്ന് പറയുന്നത്. അടുത്തത് സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന. സ്തോത്രം. അത് ഈ ഗ്രൗണ്ട് ലെവൽ സ്പിരിറ്റ് ആണ്. ഗ്രൗണ്ട് ലെവൽ എന്ന് പറഞ്ഞാൽ അവരാണ് ഈ നമ്മുടെ ഈ മനുഷ്യരുമായിട്ട് ഏറ്റവും അടുത്ത് ഇടപഴകി പ്രശ്നങ്ങളെ കൊണ്ട് മനുഷ്യരിലേക്ക് ഇട്ടുവരുന്ന ഈ സൈറ്റാനിക് വേൾഡിലെ അവൻ പിശാചാണ്. സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന. ഇവരാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഈ രോഗങ്ങള്, പ്രശ്നങ്ങള്, അങ്ങനെയുള്ള ഈ പ്രതിസന്ധികളെല്ലാം ഉണ്ടാക്കുന്നത് ഈ ഗ്രൗണ്ട് ലെവലിലുള്ള സ്പിരിറ്റ് ആണ്. അവനെ കുറിച്ച് കർത്താവ് പറയുന്നത് അൺക്ലീൻഡ് സ്പിരിറ്റ്. ഞാൻ കർത്താവ് വിളിക്കുന്ന പേരുണ്ട്, എന്താ പറയുന്നത്, ദുരാത്മസേന കർത്താവ് വിളിക്കുന്നുണ്ട്. ദുഷ്ടശക്തികൾ എന്ന് പറയുന്ന അൺക്ലീൻഡ് സ്പിരിറ്റ്. സ്തോത്രം. ഇതാണ് മനുഷ്യനുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. കർത്താവ് പറയുന്നത് ഇപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വിചാരിച്ചോളം ഇതൊന്നും മാനുഷികമായിട്ട് സംഭവിച്ചതല്ല, ദൈവ സാന്നിധ്യത്തെ നമ്മിൽ നിന്നും അകറ്റിക്കളയുവാൻ പിശാച് കൊണ്ടുവന്നിടുന്ന ഓരോ പ്രശ്നങ്ങളാണ്. സ്തോത്രം. എന്നാൽ ഈ പ്രശ്നങ്ങളുടെ നടുവിൽ നമുക്ക് പോരാടാൻ കർത്താവ് വെച്ചിരിക്കുന്ന ഒരായുധമാണ് വിശ്വാസം എന്ന് പറയുന്നത്. സ്തോത്രം. ഏതറ്റം വരെ പോയാലും ദൈവം എനിക്ക് വേണ്ടി ഇടപെടുമെന്നുള്ള വിശ്വാസമുണ്ടെങ്കിൽ അവൻ മടങ്ങി വരും, നമുക്ക് വേണ്ടി ഇറങ്ങി വരും. നിങ്ങൾ നോക്കണം, അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിൽ, ഞാൻ എന്റെ ഫുൾ പ്രസംഗിച്ചൊരു ഭാഗമാണ്. ഈ ശിഷ്യന്മാർ പൗലോസും ഈ തടവുകാരും കൂടെ റോമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ റോമിലേക്ക് യാത്ര ചെയ്തതിന് ഇടയിലാണ് ഈശാനമൂലം എന്ന കൊടുങ്കാറ്റ് ഈ പടകിന്റെ നേരെ ആഞ്ഞടിക്കുന്നത്. എവിടെ നിന്ന് ഈശാനമൂലം വന്നത്? കടലിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ കാറ്റ് അനുകൂലമായപ്പോൾ താല്പര്യം സാധിച്ചു എന്നവർ വിശ്വസിച്ചാണ് യാത്ര ചെയ്തത്. പക്ഷേ പെട്ടെന്ന് ഈ ഈശാനമൂലം എന്ന കൊടുങ്കാറ്റ് പടകിന് നേരെ ആഞ്ഞടിച്ചു. ഈശാനമൂലിനെ കുറിച്ച് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് എ വയലന്റ് വിൻഡ് ഫ്രം ദി ലാൻഡ് എന്ന് പറഞ്ഞാൽ കടലിൽ ശാന്തമായപ്പോൾ അവർ വിചാരിച്ചു താല്പര്യം സാധിച്ചു എന്ന് കരുതിയാണ് അവർ ചുക്കാനെടുത്തിട്ട് യാത്ര ആരംഭിച്ചത്. പക്ഷേ പ്രതീക്ഷയോടെ യാത്ര ചെയ്തപ്പോൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് ഒരു ഹിറ്റുണ്ടായി. അത് കരയിൽ നിന്നും കടലിലേക്ക് അടച്ചു. എന്ന് വെച്ചാൽ അവർക്ക് കടലിനെ കുറിച്ച് നന്നായിട്ട് അറിയാമായിരുന്നു, കടലിൽ പ്രശ്നമില്ല. അങ്ങനെ മൂവ് ചെയ്തപ്പോൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്നും ഒരു മൂവ്മെന്റ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് കപ്പലിന് നേരെ വരികയാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് അല്ലേ? പല പ്രതീക്ഷയോടെ ഇരിക്കും, പ്രതീക്ഷിക്കാത്ത ഇടത്തുനിന്ന് ഒരു കാറ്റ് കയറി വരിക. സ്തോത്രം. അപ്പോൾ ആ കാറ്റ് കയറി വന്ന് കപ്പലിനെ തകർക്കുക. ഇവർ ഇറങ്ങി പുറപ്പെട്ടത് വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് പൗലോസ് പറയുന്ന വാക്കുകളാണ്, റോമിൽ നിൽക്കേണ്ടതാവുന്നു എന്ന്. നീ യെരൂശലേമിൽ സാക്ഷീകരിച്ചില്ല, റോമിനും എന്നെക്കുറിച്ച് സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് പൗലോസ് ഒരു വാക്തത്വം കേട്ടിട്ടുണ്ട്. അപ്പൊ ആ വാക്ക് അവൻ കേട്ടതുകൊണ്ടുള്ള ഉറപ്പിന്റെ പുറത്താണ് പൗലോസ് യാത്ര ചെയ്യുന്നത്. എന്നാൽ പറയുന്നു കപ്പൽ തകരുക. അപ്പോൾ പൗലോസ് പറയുന്നു, നീന്താൻ അറിയുന്നവർ ആദ്യം നീന്തണം, അല്ലാത്തവർ കപ്പലിന്റെ പല കഷണത്തിന്മേലൊക്കെ പിടിച്ച് അക്കരെ കിടക്കണം എന്ന് പറഞ്ഞാൽ അവൻ ഈ കപ്പൽ തകരുമ്പോൾ പൗലോസ് അവസാനമായി പറയുന്നൊരു വാക്കുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ ആരുടെയും പ്രാണന് ഹാനി വരത്തില്ല, ഇത്രയും പ്രശ്നങ്ങൾ വന്നാലും എന്നോട് പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. ആ ഒരു വാക്കുണ്ടല്ലോ, ആ വാക്ക് ഞാൻ ഈ വാക്ക് ഇതിനകത്ത് പറയുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളെല്ലാം ഈ ഒരൊറ്റ വാക്കിനകത്ത് ഞങ്ങൾ പിടിച്ചിരുന്നത്. സ്തോത്രം. ഞങ്ങൾ കടന്നുപോയതും അത്രയും ഒറ്റ വചനമാണ് ഞങ്ങളെ ജീവിപ്പിച്ചത്, എന്റെ കുടുംബത്തെ ജീവിപ്പിച്ചത്. അതുകൊണ്ട് ധൈര്യത്തോടെ പറയുന്നത്, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ
ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ ഏത് പ്രതിസന്ധികൾക്കകത്തും ഏത് പ്രതികൂല സാഹചര്യത്തിനകത്തും അവൻ മാറാത്ത ഒറ്റ കാര്യമുള്ളൂ, ദൈവത്തിന്റെ ശബ്ദം അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വാക്തത്വം. സ്തോത്രം. അവൻ നിങ്ങൾ കപ്പൽ തകരുക, പലക കഷ്ണം മാത്രമേ ഉള്ളൂ, കടന്നു പോകാൻ ഒരു വഴിയുമില്ല. അവൻ വചനത്തിൽ പറഞ്ഞു 14 ദിവസം സൂര്യനെയോ നക്ഷത്രങ്ങളെയോ അവൻ ചന്ദ്രനെയോ കാണാതെ ഇരുട്ടിനകത്ത് അലയുകയാണ് എന്ന് പറഞ്ഞാൽ സൂര്യനില്ല, നക്ഷത്രമില്ല, അവൻ ചന്ദ്രനെ കാണാൻ പറ്റുന്നില്ല, പ്രകാശം കാണാൻ പറ്റുന്നില്ല, രക്ഷപ്പെടുമെന്നുള്ള ആശയില്ല. അവൻ പക്ഷെ ഇത്രയും പ്രതിസന്ധികൾ, ഇത്രയും പ്രതികൂലങ്ങൾ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഈ കപ്പൽ തകരാൻ പോകുന്ന കപ്പലിന്റെ അകത്ത് ഒരു അനക്കമുണ്ടാവുക. സ്തോത്രം. പൗലോസ് നോക്കിയപ്പോൾ പറയുകയാണ്, എന്റെ ഉടയവനും ഞാൻ സേവിക്കുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്നു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതി എന്ത് ചെയ്തറിയാമോ, ഇവർക്ക് ജീവിക്കാമെന്നുള്ള ആശ ലഭിക്കുന്ന എല്ലാ സാഹചര്യത്തെ പ്രകൃതി അടച്ചു. എന്ന് പറഞ്ഞാൽ പ്രകാശമില്ല, വെളിച്ചമില്ല, നക്ഷത്രം കാണുന്നില്ല, സൂര്യനെ കാണുന്നില്ല, ചന്ദ്രനെ കാണുന്നില്ല, മുൻപോട്ടുള്ള കപ്പൽ തകരാൻ പോകുന്നു. ഇത്രയും കാര്യങ്ങൾ സാഹചര്യങ്ങൾ കൊണ്ട് അടച്ചു വെക്കുക, ഇത്രയും കാര്യങ്ങളെ സാഹചര്യങ്ങൾ ബ്ലോക്ക് ചെയ്യുക. പക്ഷെ എനിക്ക് മനസ്സിലായത്, ദൈവം ഒരു ദൂതുമായിട്ട് ഒരു ദൂതനെ അയച്ചാൽ അവനെ ബ്ലോക്ക് ചെയ്യാൻ കരുത്തുള്ള ഒരു പ്രകൃതി ശക്തിയും ഈ ലോകത്തിൽ ഇല്ല. നിൽക്കേണ്ടവൻ നിൽക്കേണ്ട സമയത്ത് നിങ്ങളുടെ അടുക്കൽ നിൽക്കും. ജീസസ് ജീസസ് ജീസസ്. ഇന്ന് രാത്രിയിൽ മെസ്സേജ് കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ സാഹചര്യങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് പ്രതികൂലമായിരിക്കാം, സാഹചര്യങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് മുൻപോട്ട് മൂവ് ചെയ്യാൻ പറ്റത്തില്ലെന്ന രീതിയിൽ നിൽക്കുന്നുണ്ടാകാം. പക്ഷേ ഞാൻ ഇന്ന് രാത്രി നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഇമോഷണൽ ടച്ച് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല. നമുക്ക് പോരാട്ടമുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് നടുവിൽ ഇറങ്ങി വരുന്ന യേശുവിനെ സാഹചര്യങ്ങൾക്ക് മുകളിൽ നടന്നു വരുന്ന യേശുവിനെ തിരിച്ചറിയുക. ഒരു പ്രകൃതി ശക്തിക്കും തടയാൻ പറ്റാത്ത അവൻ ഹാലലുയ പ്രകൃതി ശക്തിയെ തടയുവാൻ ഈ കപ്പലിനെ എന്തായാലും മുമ്പോട്ടുള്ള യാത്രത്തിന് കടലിന് പറ്റി, അവൻ കൊടുങ്കാറ്റിന് പറ്റി, തിരമാലയ്ക്ക് പറ്റി. എന്നാൽ ദൂതനെ തടഞ്ഞ ഒരു ശക്തിയെക്കുറിച്ചും അവിടെ എഴുതിയിട്ടില്ല. അതുകൊണ്ട് പൗലോസ് ധൈര്യത്തോടെ പറഞ്ഞത്, എന്റെ ഉടയവനും ഞാൻ സേവിക്കുന്നവനുമായ ധൈര്യത്തോട് പറഞ്ഞു, രാത്രി പറഞ്ഞു, എന്റെ ഉടയവൻ ഞാൻ സേവിക്കുന്നവനുമായ. പൗലോസിന്റെ ദൈവത്തെയല്ല ഞാൻ പറയുന്നത്, ഞാൻ പറയുന്നത് എന്റെ ദൈവത്തെ. അങ്ങനെ പറഞ്ഞു, എന്റെ ഉടയവൻ ഞാൻ സേവിക്കുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്നു. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ അടുക്കൽ നിൽക്കുന്ന ദൈവത്തിന്റെ ദൂതനെ തിരിച്ചറിയാൻ എത്ര പറ്റുന്നുണ്ട്, എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ അവന് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ഇന്ന് രാത്രി നിങ്ങളോട് അവന് ഇടപെടുവാനുണ്ട്. പ്രതിസന്ധികൾ കണ്ട് മാറിപ്പോകുന്നവനല്ല അവൻ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അവൻ കപ്പലിൽ നിന്നും തടവുകാർ നീന്തി രക്ഷപ്പെടുമെന്ന് കരുതി അവൻ സൈന്യാധിപൻ അവരെ കൊല്ലുവാൻ വിചാരിച്ചപ്പോൾ അവൻ വരെ പറയുന്നു, അവൻ പൗലോസ് കേട്ട വാക്തത്വത്തിന് വിരുദ്ധമാണ് അവർ പ്രവർത്തികൾ ആരംഭിക്കുന്നത്. പൗലോസ് കേട്ട എന്താ? കപ്പലിൽ ആരുടെയും പ്രാണന് ഹാനി വരത്തില്ല, ദൂത് ഇതാന്നിരിക്കെ അവൻ എന്ത് ചെയ്തു? അവൻ ആ ദൂതിന് വിരോധമായിട്ട് കൊല്ലാൻ ശ്രമിക്കുക. പക്ഷെ പൗലോസ് പറയുന്നു, അങ്ങനെ ചെയ്യരുത്, താല്പര്യത്തെ തടഞ്ഞു എന്ന് വരെ പറയും. എന്ന് പറഞ്ഞാൽ എന്താ? ഇവൻ കേട്ട വാക്തത്വം ഉണ്ടെന്നുള്ള ഒറ്റ കാരണത്താൽ അവൻ സൈന്യാധിപന്മാരുടെ മനസ്സിനെ പോലും തിരിക്കുന്നത് പോലുള്ള ദൈവപ്രവൃത്തി ഉണ്ടായി. ഹോളി സ്പിരിറ്റ് ഇന്ന് രാത്രിയിൽ കർത്താവിനോട് പറയുന്നു, നിങ്ങൾ കേട്ട ദൈവീയ വാക്തത്വങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വിരോധമായി വരുന്ന കാറ്റുകളുടെ ശക്തികളെ വിശ്വാസത്തിന്റെ കരുത്തിനാൽ പോരാടുവാൻ നിന്നവർക്ക് പറ്റും. അവൻ പ്രാർത്ഥിച്ചു അല്പസമയം. ഇന്ന് രാത്രി അസാധാരണമായ കരുത്തുള്ള വിശ്വാസത്തിന് ഉടമകളുണ്ട് ഒരകത്ത്. നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് അവന് വന്ന കുറച്ചു സമയം സാഹചര്യമെല്ലാം പ്രതികൂലമാണ്. പക്ഷെ കർത്താവ് ദൂത് മാറ്റത്തിന്റെ പറഞ്ഞ വാക്കിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അവൻ സാഹചര്യം കൊണ്ട് മാറുന്നവല്ല, സാഹചര്യത്തിന്റെ അകത്തേക്ക് പ്രാർത്ഥനകളുടെ മറുപടിയെ വിളിച്ചു വരുത്തുന്നവൻ. സാഹചര്യങ്ങൾക്കകത്തേക്ക് അവൻ പ്രാർത്ഥനകളുടെ മറുപടി അവൻ വിളിച്ചു വരുത്തും. എവിടെയാണ് സാഹചര്യങ്ങൾ നിൽക്കുന്നത്? ഹല്ലേലൂയ. അവൻ നടക്കത്തില്ലെന്നും നാറ്റം വെച്ചെന്നും തീർന്നു എന്ന് പറയുന്ന മാർത്തയും മറിയം നിൽക്കുന്ന അതേ സ്ഥലത്തേക്ക് അവൻ നാറ്റം വെച്ചെന്ന് പറഞ്ഞവന്റെ ജീവനോടെ തിരിച്ചു വിളിച്ചു കൊണ്ടുവന്നു. അവൻ എവിടെയാണ് തീർന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? എവിടെയാണ് നടക്കത്തില്ലെന്ന് വീട്ടുകാരും നാട്ടുകാരും വിധിയെഴുത്? അതേ പ്രശ്നത്തെ വിളിച്ചവൻ നിന്റെ മുൻപിൽ തന്നെ കൊണ്ടു നിർത്തും.
ഹോളി സ്പിരിറ്റ് ഹല്ലേലൂയ. വ്യക്തിപരമായി പേര് വിളിക്കാറൊന്നും വെയിറ്റ് വചനം ഉള്ളിൽ തട്ടിയാൽ ആമേൻ പറഞ്ഞു. ഇന്ന് രാത്രി നിങ്ങളുടെ വിഷയങ്ങൾ ഒരുപോലെ പരിശുദ്ധാത്മാവ് അഡ്രസ് ചെയ്യുക. നിങ്ങൾ ഫേസ് ചെയ്ത വിഷയങ്ങളെല്ലാം ഒരുപോലെ ആത്മാവ് അഡ്രസ് ചെയ്യുക യേശുവിന്റെ നാമത്തിൽ. മരണസമാനമായ പ്രശ്നങ്ങളെ അവൻ വിളിച്ചതിന് മുൻപിൽ എന്നോട് കർത്താവ് ഈ കല എന്ന് പറയുന്ന ഡിവൈസിൽ വിളിച്ചത് പറയുന്നു, ദൈവം ചിലർ തിരിച്ചു വിളിക്കും. നിന്റെ വീടിനകത്ത് അവൻ അസമാധാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചില ഗ്രൗണ്ട് ലെവൽ അൺക്ലീൻ സ്പിരിറ്റിന് മേൽ ദൈവം ഇന്ന് രാത്രി സമാധാനത്തെ വിളിച്ചു വരുത്താൻ പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ. അവൻ പുറമെ നോക്കുമ്പോൾ ഒന്നും കുഴപ്പമില്ല, പക്ഷേ ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് വന്ന അസമാധാനത്തെ അവൻ വിതയ്ക്കുന്ന പൈശാചിക തലങ്ങളുടെ വിതകളെ ഇന്ന് രാത്രി ദൂതന്മാർ വെട്ടിക്കളയുക. പ്രാർത്ഥിച്ചു അല്പസമയം യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. കല എന്ന് പറയുന്ന പറയുന്നു, അവൻ വീടിനകത്തു നിന്നും കർത്താവ് ചില അവൻ ദുരാത്മാക്കളുടെ സ്വാധീനങ്ങളെ അവൻ ഹാലൂയ അസ്വസ്ഥപ്പെടുത്തുന്ന, അവൻ പിണക്കമുണ്ടാക്കുന്ന, ലജ്ജിയ കലക്കമുണ്ടാക്കുന്ന യേശുവിന്റെ നാമത്തിൽ അങ്ങനെയുള്ള ചില പ്രതിസന്ധികളെ ആത്മാവിന്റെ രാത്രി സെറ്റിൽ ചെയ്യാൻ പോവുകയാണ്. അവൻ ഹാലൂയ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഹാലൂയ ചോർത്തിക്കളയുന്നത്, അവൻ നിങ്ങളെ നന്മയെ ചോർത്തിക്കളയുന്നത്. അവൻ നന്മകളെ ചോർത്തിക്കളയുന്നത്, അവൻ വീട്ടിലേക്ക് കയറി വരുന്നതിനേക്കാൾ സ്പീഡിൽ നന്മകൾ ഒഴുകിപ്പോകുന്നത് പോലെ ഇത് എവിടെ കൊണ്ടുവന്നിട്ട് സെറ്റിൽ ചെയ്യുമെന്ന് ഭാരപ്പെട്ട് നിൽക്കുന്നതിന്റെ കർത്താവ് കാണിക്കുന്നു. ഇവിടെ ആത്മാവ് പറയുന്നു ഹല്ലേലൂയ, എന്നോട് അരുളി ചെയ്തതുപോലെ സംഭവിക്കുമെന്ന് ദൈവത്തെ വിശ്വസിക്കുക. യേശുവിന്റെ നാമത്തിൽ ഒരു വൃക്ഷമായ കർത്താവ് വാക്യം പറയുന്നു, ഒരു വൃക്ഷമായ പ്രത്യാശയുണ്ട്, അത് വെട്ടിയാൽ പിന്നെയും അത് പൊട്ടിക്കിളർക്കും. ഹല്ലേലൂയ. അതിന്റെ വേര് അവൻ മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധം തട്ടിയാൽ ഇളം കൊണ്ടുവിടും. എന്റെ കർത്താവ് വെളിപ്പാട് കാണിക്കുന്നു. ചില മരത്തിന്റെ ചില്ലകളിൽ ചില പുതിയ നാമ്പുകൾ വിരിയുന്നത് പോലെ നിന്റെ ഭവനത്തിനകത്ത് ചില പുതിയ നാമ്പുകളെ കർത്താവ് പുതിയ ചില നാമ്പുകളെ കർത്താവ് വിരിയിക്കുന്നത് എന്റെ കർത്താവ് കാണിക്കുക യേശുവിന്റെ നാമത്തിൽ. പ്രാർത്ഥിക്കുക. എന്നോട് കർത്താവ് പേര് പറഞ്ഞു, ബിൻസി എന്ന പേരുമുള്ള ആളുമായി ബന്ധപ്പെട്ട പേരുമായി ദൈവം ഒരു അസാധാരണമായി വിടുതൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പോവുക. കർത്താവിന്റെ പേര് പറഞ്ഞു ബിൻസി. ആ പേരുള്ള വ്യക്തിയുമായിട്ട് ദൈവം എന്തോ ഒരു അസാധാരണമായി ദൈവപ്രവർത്തിക്കുമായി നിങ്ങളെ കണക്ട് ചെയ്യുന്നു. കർത്താവ് പറയുന്നു, നീ അവൻ വലിയ ദൈവ പ്രവൃത്തിയുടെ അവൻ ദൈവിക ഇടപെടലിന്റെ മുഴക്കം ഞാൻ കേൾക്കുന്നു. ഒരു മഴ പെയ്യാൻ പോകുന്നു കർത്താവ് പറയുന്നു. എന്ന് പറഞ്ഞാൽ അവൻ അക്ഷരാർത്ഥത്തിൽ കർത്താവ് അങ്ങനെ തന്നെ പറയുന്നു, 3.5 വർഷമായി അടഞ്ഞിരിക്കുന്ന നിന്റെ ആത്മീക, ഭൗതിക, സാമ്പത്തിക മേഖലയിലുള്ള എല്ലാ ഡ്രൈനസിനെ പരിശുദ്ധമാവുന്ന രാത്രി നീക്കാൻ പോകുന്നു എന്നോട് പറയുന്നു. പ്രൗഢവാദിയാഥന പ്രാർത്ഥിക്കുക. എല്ലാവരും സമയം ഈ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം അവൻ നടക്കത്തില്ലെന്ന് പറഞ്ഞതിനെ, തീർന്നു എന്ന് പറഞ്ഞവനെ പറഞ്ഞവരുടെ മുൻപിലേക്ക് തിരിച്ചു വിളിച്ചു കൊണ്ട് നിർത്തുന്നവരാണ് യേശു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ മരണ സമാനമായ പ്രശ്നത്തിന് മേൽ കർത്താവ് ഇടപെടുക. എന്നോട് കർത്താവ് പറയുന്നു, ഈ പ്രാർത്ഥന ഈ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് മരണം കാത്തിരിക്കുന്ന ചിലതിനെ ആത്മാവ് പുറത്തു കൊണ്ടുവരാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ ചില അവൻ മാരക രോഗങ്ങളുടെ മേൽ അവൻ ഇന്ന് രാത്രിയിൽ ദൈവകരം ചലിക്കാൻ പോവുക. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്ന് ചില ഓക്സിജൻ മാസ്കുകളെ ആത്മാവ് റിമൂവ് ചെയ്യുന്നതിനെ കാണിക്കുക. ഇന്ന് രാത്രിയിൽ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ അസാധാരണമായ രോഗസൗഖ്യങ്ങൾ പ്രാർത്ഥിച്ചോ. അവൻ ഇതൊരു പ്രാർത്ഥന പോലെ മുമ്പോട്ട് പോകട്ടെ. അവൻ ഇന്ന് രാത്രിയിൽ അസാധാരണമായ ദൈവിക ഇടപെടലുകൾ രോഗത്തിന്റെ മേൽ, രോഗങ്ങളുടെ മേൽ കർത്താവ് തിരിച്ചു വിളിക്കുകയാണ്. തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്ന അതേ സ്ഥലത്ത് ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ തീർന്നു എന്ന് പറഞ്ഞ് അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ വിശ്വാസമില്ല. പ്രാർത്ഥിക്കുന്നു എന്നാൽ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ അവൻ
കാവൽക്കാരൻ വരും എന്ന് വെച്ചാൽ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണ്. യാക്കോബിന്റെ തലവെട്ടിയ അതേ ഹെരോദാവാണ് അവൻ പത്രോസിനെ പിടിച്ച് കാവൽക്കാട് നടുവിലിട്ട് അവൻ ജനത്തിന് മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേരാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. പത്രോസ് മുട്ടിപ്പോൾ പറഞ്ഞു പത്രോസ് അല്ല ദൂതനായിരിക്കാം, കാരണം പത്രോസിന് പുറത്തു വരാൻ പറ്റത്തില്ല. ഹാലലൂയ. പക്ഷേ വചനം പറയുന്നു ഹെരോദാവ് അവനെ ജനത്തിന്റെ മുൻപിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ ദിവസം, ഹാലലൂയ, തലേ രാത്രി എന്ന് പറഞ്ഞാൽ നമ്മെ കുറിച്ച് പൈശാചിക മണ്ഡലങ്ങൾ പ്ലാൻ ചെയ്യുന്ന അവൻ ആ പ്ലാൻ ചെയ്ത അതിന്റെ തലേ ദിവസം എന്ന് പറഞ്ഞാൽ അവൻ പൈശാചിക മേഖലയുടെ ചിന്തക്കകത്ത ചിന്ത വരുന്നതിന് മുന്നേ ദൈവം പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് രാത്രിയിൽ അങ്ങനെ നമ്മെ കുറിച്ച് പൈശാചിക മേഖലകൾ അവൻ ചിന്തിക്കുമെന്ന് തോന്നിയ അതേ സെക്കൻഡിൽ ദൈവം ഇടപെടും. ഇന്ന് രാത്രി സംഭവിക്കാൻ പോകുക. അവൻ പിടിച്ചു വെച്ച ചില മേഖലകളെ ആത്മാവ് പൊളിക്കുക. യേശുവിന്റെ നാമത്തിൽ നടക്കത്തില്ലെന്ന് പറഞ്ഞത്, അവൻ മുന്നോട്ട് യാത്രയില്ലെന്ന് പറഞ്ഞത്, അതിനെയെല്ലാം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുക. ആത്മാവ് തിരിച്ചു വിളിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. അവൻ വിശ്വാസമില്ലാതെ അവൻ നടക്കത്തില്ലെന്ന് അറിഞ്ഞാലും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സഭയുടെ വാതിലിന്റെ അവൻ മുൻപിൽ ഒരു മുട്ട് കേൾക്കുന്നു. ആരാണ്? തീർന്നു എന്ന് പറഞ്ഞ പത്രോസ്. അവനെ എവിടെ സഭ പ്രാർത്ഥിക്കുന്നുവോ അവൻ പ്രാർത്ഥനാ വിഷയം ഇരുന്ന സ്ഥലത്ത് ദൂതനിറങ്ങി. യേശുവിന്റെ നാമത്തിൽ അവൻ ദൂതനിറങ്ങേണ്ടത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരുടെ നടുവിലല്ലേ? നോ, പ്രാർത്ഥനാ വിഷയം ഇരിക്കുന്ന എവിടെയാണോ അവിടെ ദൂതനിറങ്ങും. എന്ന് വെച്ചാൽ നിനക്ക് വിടുവിക്കാൻ അല്ലെങ്കിൽ നിനക്ക് ഇടപെടാൻ പറ്റാത്ത മാനുഷികമായ കൈകൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് വിചാരിക്കുന്ന അതേ സ്ഥലത്ത് കർത്താവ് തന്റെ ദൂതനയച്ചു. അവൻ പറയുന്നു പത്രോസ് സുബോധം വന്നിട്ട് ദൈവം തന്റെ ദൂതനെ അയച്ച് ഹാലലുയ ഹെരോദാവിന്റെ കയ്യിൽ നിന്നും ഇസ്രായേൽ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും അവൻ തങ്ങളെ വിടുവിച്ചിരിക്കുന്നത് വാസ്തവമായി ഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ പ്രാർത്ഥനാ വിഷയങ്ങളെ യഥാർത്ഥ മറുപടികൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥനാ വിഷയങ്ങളുടെ യഥാർത്ഥ മറുപടികൾ, അടയാളങ്ങളല്ല ഞങ്ങൾക്ക് വേണ്ടത്, യഥാർത്ഥ മറുപടികൾ. പത്രോസ് പുറത്തു വരുമെന്നുള്ള വാർത്തയല്ല കേൾക്കുന്നത്, പത്രോസിനെ തന്നെ കാണുന്നത് ഞങ്ങൾക്ക്. പ്രാർത്ഥിക്കുന്നുണ്ടോ അങ്ങനെ? യേശുവിന്റെ നാമത്തിൽ ഹാലലുയ. മേരിക്കുട്ടി സാമുവേൽ കത്തോട് പറഞ്ഞു, ആന്റി പ്രാർത്ഥിച്ചോ. പ്രാർത്ഥനയുടെ അടയാളമല്ല, പ്രാർത്ഥനയുടെ യഥാർത്ഥ മറുപടി കാണാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥനകളുടെ യഥാർത്ഥ മറുപടി കാണാൻ പോകുക. പ്രാർത്ഥനയുടെ അടയാളങ്ങളല്ല, മറുപടികൾ. പ്രൗഢവാദിയ അർദ്ധനഘടകം ചുരസ്മനവർദ്ധനാദിയ ശിഖൽഖമന പ്രൗഢവേദിയം ധനാദിയ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുന്നു. പ്രാർത്ഥിച്ചോ. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ അവൻ വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന്റെ ആവശ്യകത. പ്രകൃതി ശക്തികൾ ഇളകി വന്നാലും അതിന്റെ മുകളിൽ പോരാട്ട വീരത്തോടെ എഴുന്നേറ്റ് നിൽക്കുവാൻ കർത്താവിന്റെ രാത്രിയിൽ നിങ്ങളെ കണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി കേൾക്കുന്ന വചനത്തിന്റെ ശക്തിയാൽ, ഈ രാത്രി കേൾക്കുന്ന വചനത്തിന്റെ ശക്തിയാൽ അസാധാരണമായ ദൈവപ്രവൃത്തികൾ അവൻ നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലുമെന്ന് ദാവീദ് പറയാൻ കാരണം, ദാവീദ് ഒരു ഹല്ലേലൂയ ഒരു പടയാളി ആയിരുന്നില്ല, അവനൊരു ആട്ടിടയന. പക്ഷെ പറയുന്നു നിന്നാൽ ആട്ടിടയനായിരുന്നവനെ പടയാളിയാക്കുവാൻ കരുത്തുള്ളവനെ ഞാൻ സേവിക്കുന്നവൻ. ഹോളി സ്പിരിറ്റ് അവൻ നാട്ടുകാർ വിധി എഴുതുന്ന വ്യക്തി അല്ല നീ. നിന്റെ ഉള്ളിൽ അവൻ ആട്ടിടയനാണ്. നീ ആടിനെ മേയ്ക്കണം, നീ ഒതുങ്ങിയിരിക്കണമെന്ന് നാട്ടുകാരും വീട്ടുകാരും വിധി എഴുതുമ്പോൾ, നോ, ദാവീദ് നിന്റെ ഉള്ളിൽ ഞാൻ കണ്ടിരിക്കുന്ന ഇസ്രായേലിന്റെ രാജാവിനെ കർത്താവോട് പറയുന്നു, ധൈര്യമായിട്ട് മുൻപോട്ട് പോകാൻ പറയുന്നു. നിന്റെ ഉള്ളിൽ ഞാൻ കണ്ടിരിക്കുന്ന ഒരു രാജാവിനെ കർത്താവ് പറയുന്നു. നീ താമസിക്കുന്ന ഏരിയ റൂള് ചെയ്യുവാനുള്ള കരുത്ത് പരിശുദ്ധ നിന്റെ മേൽ കൈമാറുന്നു എന്നോട് പറയുന്നു. ഈ ഉപവാസത്തിൽ അസാധാരണമായ അവൻ ആത്മമണ്ഡലത്തെ ഹാൻഡിൽ ചെയ്യാനുള്ള കരുത്ത് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ തരാൻ പോവുകയാണ്. പ്രൗഢവേദി അർദ്ധനഘടകം ചുരസ്മനാദ്യം പ്രാർത്ഥിച്ചോ. ഈ ദിവസത്തിൽ ഈ ഫാസ്റ്റിംഗ് പ്രയർ വ്യത്യസ്തമായ നിലയിൽ
യേശുവിന്റെ നാമത്തിൽ ചില ഏരിയകളുടെ മേൽ കർത്താവ് നിങ്ങളെ അവൻ അതോറിറ്റിയോടെ അയക്കാൻ പോവുക. അടഞ്ഞിരുന്ന അവൻ ചില സ്ഥലങ്ങളെ ഒരാൾക്കും പ്രവേശനമില്ലാതെ ബ്ലോക്ക് ചെയ്ത ചില ഏരിയകൾ അധികാരത്തോടെ കർത്താവ് കയറ്റിവിടാൻ പോകുന്നു എന്നോട് പറയുന്നു. അതിനുള്ള ചില റീസണുകളെ കർത്താവ് ഉണ്ടാക്കാൻ പോവുക. ഹല്ലേലൂയ. അന്ധന പ്രൗഢൽ ഖമനി അന്ധന അവൻ വന്നിട്ടല്ലാതെ ഞാൻ പന്തിക്കേക്ക് തിരിക്കത്തില്ലെന്ന് പറഞ്ഞതുപോലെ പിന്നെ പലരും ഉപേക്ഷിച്ച ഒരു വിഷയത്തെ ഈ ദിവസം ഒരു ഫോൺ കോളിൽ കൂടി വരികയാണ്. അത് നിങ്ങൾക്ക് ആ ദേശം തുറക്കുന്നത് പോലെ ആ ദേശം ആ ഏരിയ തുറക്കുന്നത് പോലെ ഏരിയയുടെ മേലുള്ള ആ ദേശത്തിന് മേലുള്ള അതോറിറ്റി കർത്താവ് കൈമാറാൻ പോവുകയാണ്. പ്രാർത്ഥിച്ച് ഇന്ന് രാത്രിയിൽ സാധാരണമായി ദൈവപ്രവൃത്തികൾ ദൈവശബ്ദം കേൾക്കട്ടെ. ചില ദേശങ്ങൾ തുറക്കട്ടെ, ചില പട്ടണങ്ങൾ തുറക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. യാത്രകൾക്കായി ഒരുങ്ങുന്ന പ്രാർത്ഥിച്ചു. യാത്രകൾക്ക് വേണ്ടി അവർ കാത്തിരിക്കുന്നവർ ഒരുങ്ങുന്നവർ പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രിയിൽ ദൈവം ചില യാത്രകൾക്കുള്ള അവൻ വാതിലുകൾ തുറന്നുവിടാൻ പോവുക യേശുവിന്റെ നാമത്തിൽ. പ്രൗഢമാന ഗന്ധന വൈശസ്മനഗർധനാദിയ നിഖമനഗണകം ചൂരസ്മനവർത്തുനി ശകന്ധനവർദ്ധന പ്രൗഢവേദി ഗണകൾ ഖമരിയംധനാദിയ അറിഖമനഗന്ധുന പ്രൗഢസ്മാനവർദ്ധനാദിയ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവൻ നന്നാകാത്തതിനെ നന്നാക്കുവാൻ ദൈവികമായ ഇടപെടലുകൾ ഉണ്ടാകാൻ പോകുക. അവൻ ഒരിക്കലും നന്നാകത്തില്ലെന്ന് ആളുകൾ വിധി എഴുതിയത്, അവൻ ദേശക്കാർ വിധി എഴുതുന്നതിനെ കർത്താവ് ഇടപെടുന്നു. അവൻ സ്തോത്രം. ഇന്ന് രാത്രിയിൽ അതിനെ കർത്താവ് രാത്രി അവൻ നന്നാക്കാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ. ലഖമനഗണകം പ്രൗഢമാനിയ അർദ്ധലാദിയ രഗസ്മനവർദ്ധനി ഷഗഞ്ജലവർദ്ധ പ്രൗഢമാനഗഞ്ജുനാദിയാധന. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. അത്ഭുതങ്ങൾക്കായി നന്ദി പറയുന്നു കർത്താവ്. ദൈവപ്രവൃത്തി ഉണ്ടാകട്ടപ്പാ. ലഖമനാദിയ പ്രൗഢമാദിയ അർദ്ധനാം എന്നൊരു പ്രാർത്ഥിച്ചോ, ഒരുമിച്ച് പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. ഈ രാത്രി സാധാരണമായി ദൈവപ്രവൃത്തികൾക്ക് വേണ്ടി കൊതിക്കുന്നവരോട് പ്രാർത്ഥിച്ചോ യേശുവിന്റെ നാമത്തിൽ. ഒരുമിച്ച് പ്രാർത്ഥിച്ചോ. ഹാലല്യ. പേര് വിളിക്കാൻ വെച്ചിയല്ലേ, വ്യക്തിപരമായി പേര് വിളിക്കാൻ വെച്ചിയല്ലേ, അവൻ കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നു എന്ന് തോന്നിയാൽ അവൻ പറഞ്ഞു പ്രാർത്ഥിച്ചു ദൈവം നിങ്ങളോട് സംസാരിക്കും. ഹാലല്യ. കർത്താവ് ഇടപെടും. ദൈവ ശബ്ദമാണ് അവൻ ഇന്ന് രാത്രി വിശ്വാസത്തിന് വേണ്ടി പോരാടുക എന്ന് പറഞ്ഞാൽ പോരാടാനുള്ള കരുത്ത് അവൻ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അവൻ പോരാടണം എന്ന് പറഞ്ഞാൽ അവൻ പോരാടാൻ നിന്നെ പഠിപ്പിച്ചിട്ടാണ് അവൻ നിന്നെ പറയത്തുള്ളൂ. ഹല്ലേലൂയ. ദാവീദ് ആട്ടിടയനാണ്, പക്ഷെ അവൻ പറയുന്നു യുദ്ധത്തിനായി എന്റെ കൈകളെയും പോരിനായി എന്റെ വിരലുകളെയും ബലപ്പെടുത്തണം. ഹല്ലേലൂയ. അവൻ ശൗലും പട്ടാളക്കാരും പരാജയപ്പെട്ടു നിന്ന സ്ഥലത്താണ് ദൈവം അവൻ ആട്ടിടയനെ വിളിച്ചിട്ട് പറയുകയാണ്, നീ ചെല്ലണം. ഹല്ലേലൂയ. അവൻ ഇറങ്ങി വന്നാൽ ദൈവത്തിന് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അവൻ ഇറങ്ങി വന്നാൽ കർത്താവിന് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. കർത്താവ് എഴുന്നേൽക്കും. ഹല്ലേലൂയ. അവൻ പറയുന്നു ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. യേശുവിന്റെ നാമത്തിൽ അവൻ എഴുന്നേൽക്കാൻ പോവുക. ഹല്ലേലൂയ. അവൻ ശൗലും ഒളിച്ചിരിക്കുന്നു, പട്ടാളക്കാർ മുഴുവൻ പരാജയപ്പെട്ട് പേടിച്ചൊളിച്ചിരിക്കുമ്പോൾ ആട്ടിടയനായ ഒരുത്തനെ ഹല്ലേലൂയ അവൻ ഒരു പ്രതീക്ഷയുമില്ലാത്ത കല്ലുകൾ കൊണ്ട് പറഞ്ഞു വിടുക. ഗോലിയാത്തിനെ വീഴ്ത്താൻ കല്ലുകൾക്ക് പറ്റത്തില്ല, പക്ഷെ അഭിഷേകമുള്ളവന്റെ കയ്യിൽ കല്ലല്ല, എന്ത് കിട്ടിയാലും ദൈവം അതിനെ ആയുധമാക്കി മാറ്റും. പ്രൗഢവാദി അർത്ഥന. അഭിഷേകമുള്ളവന്റെ കയ്യിൽ കിട്ടുന്നതെല്ലാം ആയുധമായിരിക്കാം. അഭിഷേകമുള്ളവന്റെ കയ്യിൽ വരുന്നതെല്ലാം ആയുധമായിരിക്കും. അഭിഷേകമുള്ളവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ ആയുധമായിരിക്കും. ലംഘന വികമനകനകം പ്രൗഢവർദ്ധനാധി അന്ധന. യേശുവിന്റെ നാമത്തിൽ ഏലിയാവിന് ആകാശം അടയ്ക്കാൻ പ്രത്യേകിച്ച് കാര്യങ്ങളുമുണ്ട്, പക്ഷെ വായിൽ നിന്ന് വന്ന വാക്കുകൾ കൊണ്ട് അവൻ ആകാശത്തെ അടച്ചെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അവൻ യോർദാൻ മന്ന യോർദാനാ. അത് പലരെയും കൊന്നിട്ടുണ്ട്, പലരെ ഒഴുക്കി കളഞ്ഞിട്ടുണ്ട്. പക്ഷെ ഏലിയാവിന്റെ കയ്യിൽ കിട്ടിയ പുതപ്പാണെങ്കിൽ അവന്റെ കയ്യിൽ കിട്ടുന്നതിനെ ആയുധമാക്കി ദൈവം ഉപയോഗിക്കും. ആ ആയുധം കൊണ്ട് അവൻ യോർദാനെ അടിച്ചു തുറന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ എന്താണ് കയ്യിലുള്ളത്? അവൻ ഒരു വാക്ക് നിങ്ങൾക്ക് അന്തരീക്ഷത്തിൽ പറയാൻ പറ്റുമോ? അതിന്റെ വീടിനകത്ത് സമാധാനം കൊണ്ടുവരും. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ അഭിഷേകമുള്ള വ്യക്തിയാണോ? ഈ വചനം നിങ്ങൾ തൊഴുന്നുണ്ടോ? ഒരു വാക്ക് നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയെ നോക്കി പറഞ്ഞോ, അത് അവൻ ഹാലലി ഈ ബെനഡിക്റ്റ് മാത്യു അച്ഛാ പ്രാർത്ഥിച്ചോ. ഇന്ന് രാത്രി നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിൽ ജീവൻ വെക്കാൻ പോവുക. അന്ന് നടക്കത്തില്ലെന്ന് നാട്ടുകാർ പറഞ്ഞതിന്റെ മേൽ ദൈവം
ദൈവകാരം ഇതിനകത്ത് ചതിക്കാൻ പോവുക. പറഞ്ഞു, വാ തുറന്ന് പറഞ്ഞു, അവൻ നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാകിയിലും എന്റെ ദൈവത്താൽ ഹല്ലേലൂയ നിന്റെ കുടുംബത്തെ ഒഴുക്കിക്കളയുവാൻ അവൻ ഒരു കൂട്ടം സൈന്യം പോലെ കയറി വരുന്നു. എന്നാൽ ഇന്ന് രാത്രിയിൽ പ്രാപിച്ച അഭിഷേകത്തിൽ വിശ്വാസം നിൽക്കുക, ദൈവം അതിനെ കൈകാര്യം ചെയ്യുമെന്ന് പറയുന്നു. ഷിഖന റിഗൽ കമന പ്രൗഢവാദിയ റിഗംചലസ്മന വർധുനി അർദ്ധമനഗനകം പ്രൗഢസ്മനാദിയാർത്ഥന റിഗമനഗനകം ചൂരവർദ്ധമനാദിയാർത്ഥന. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിച്ചോ, ഒരുമിച്ച് പ്രാർത്ഥിച്ചു. പ്രസംഗം കേൾക്കാൻ വേച്ചിയുണ്ട, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. ഭയങ്കര ദൈവസാന്നിധ്യം അനുഭവിക്കുന്നുള്ളവർ, ഭയങ്കര ദൈവശക്തി അനുഭവിക്കുന്നുള്ളവർ അവൻ ആത്മാവിൽ പ്രാർത്ഥിച്ചുറങ്ങിക്കോ. അവൻ ഇരിക്കുന്ന സ്ഥലത്ത്, ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ അവൻ കർത്താവ് തൊടുന്നുണ്ടെങ്കിൽ ആത്മാവിൽ ആരാധിച്ചു. ദൈവം സംസാരിച്ചു തുടങ്ങുന്നുണ്ടല്ലോ. ലജ്ജിയ പ്രൗഢവാദകം ചുരം ദുരസ്മനവർ ദുനിയ നഗസ്ഥലവർദ്ധന യേശുവിന്റെ നാമത്തിൽ അവൻ യുദ്ധത്തിനായി എന്റെ കൈകളെയും പോരിനായിട്ടുണ്ട് വീരകളെയും ബലപ്പെടുത്തണം. ഹല്ലേലൂയ. അവൻ കർത്താവിന് അവൻ ആളുകളുടെ കഴിവല്ല പ്രശ്നം, അവന്റെ കയ്യിൽ ഒരുത്തിന് അവൈലബിൾ ആണെന്ന് അവന് തോന്നിയാൽ അവന് ഏതറ്റം വരെ അവൻ ഉപയോഗിക്കും. ഒരാളെ അവന്റെ കയ്യിൽ അവന് ഉപയോഗിക്കാൻ കിട്ടുമെന്ന് തോന്നിയാൽ എന്തിനും അവൻ ഉപയോഗിക്കും. ഹല്ലേലൂയ. ആട്ടിടയനെ രാജകൊട്ടാരത്തിലേക്ക് അവൻ കൊണ്ടുപോകും. ഹല്ലേലൂയ. മീൻ പിടിക്കുന്നവനെ കൊണ്ട് സ്വർഗരാജ്യത്തെ തുറക്കും, അടയ്ക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ആളുകളുടെ കഴിവോ വലിപ്പമോ പദവിയോ യേശുവിന്റെ പ്രശ്നം, അവന്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് തോന്നിയാൽ ഏതറ്റം വരെ അവൻ ഉപയോഗിക്കുന്നില്ലേ. ഹല്ലേലൂയ. റിഖബനാദിയ പ്രൗഢവാദ ചുരസ്മരവർധുനി രഗന്ധലവർദ്ധനാദിയ അർദ്ധാന ഘടകച്ചലാദിയം ധന പ്രൗഢമാനകം ധുരാദിയ. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ വീടുകൾക്കെതിരെ നിൽക്കുന്ന പ്രശ്നങ്ങൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെതിരെ, തലമുറകൾക്കെതിരെ, കുടുംബജീവിതത്തിൽ നിൽക്കുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, രോഗങ്ങൾ, അവൻ ഹല്ലേലൂയ നിങ്ങളുടെ വീടിനകത്ത് നിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും മറുപടി നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങളുടെ വായിലുണ്ട്, നിങ്ങൾ പ്രാപിച്ച അഭിഷേകത്തിനകത്തുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അവൻ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചോ, നിമിഷം പ്രാർത്ഥിച്ചോ. ഇന്ന് രാത്രി അഭിഷേകത്തിൽ അവൻ വിശ്വാസത്തിൽ നിന്ന് പോരാടിക്കോ, അഭിഷേകത്തിൽ നിന്നോട് പ്രാർത്ഥിച്ചോ. കർത്താവ് ഇറങ്ങി വരും, ഇറങ്ങി വരും. യേശുവിന്റെ നാമത്തിൽ പ്രതിസന്ധികൾക്ക് മുൻപിൽ ദൈവം നിന്നെ നിർത്തിയിട്ടുണ്ടെങ്കിൽ നിന്നെ കൈകാര്യം ചെയ്യാനുള്ള കരുത്ത് നിന്റെ മേലുണ്ട്. ഹല്ലേലൂയ. അസ്ഥിത്താഴ്വയിൽ നിൽക്കുന്ന പ്രവാചകനോട് കർത്താവ് ചോദിക്കുന്നത്, മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ? അത് മറുപടി പറയാൻ പോലും കരുത്ത് പ്രവാചകനില്ല. പക്ഷെ പറയുന്നു, നീ തന്നെ പ്രവചിക്കണം, നീ തന്നെ പ്രവചിക്കണം. എന്താണ് പ്രശ്നത്തിന് മുൻപിൽ നിൽക്കുന്നത്? നീയാണ്, നീ പ്രവചിക്കണം. മറ്റുള്ള പാസ്റ്റർമാർ പ്രാർത്ഥിക്കുന്നതും മറ്റുള്ള പ്രവചിക്കുന്നതിനേക്കാൾ കരുത്തുണ്ട് പ്രശ്നത്തിന് മുൻപിൽ നീ നിൽക്കുന്ന നിന്റെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് അവൻ അസാധാരണ ശക്തിയുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിച്ച്, എല്ലാവരും പ്രാർത്ഥിക്കുക. നിങ്ങൾക്കറിയാം നിങ്ങളുടെ പ്രശ്നം എന്താണ്, നിങ്ങൾ ഫേസ് ചെയ്യുന്ന വിഷയം എന്താണ്, എവിടെയാണ് തടയപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം. നിങ്ങൾ രാത്രി ആ വിഷയത്തിൽ കൽപ്പിക്കുക. അവൻ പ്രവാചകനോട് ചോദിക്കുന്നു, ഇത് അവൻ സംഭവിക്കുമോ? അവൻ പറയുന്നു, അറിയില്ല കർത്താവ്, നീ അറിയുന്നു, എന്നാൽ നീ തന്നെ പ്രവചിക്കണം. എന്താ കാര്യം? നിന്നെ ഇറക്കി നിർത്തിയെങ്കിൽ നിനക്കാണ് പ്രവചിക്കാൻ അധികാരമുള്ളത്. എന്താ കാര്യം? നിന്നെ ഇറക്കി നിർത്തിയെങ്കിൽ നീ പറഞ്ഞാൽ ഇത് മടങ്ങി വരും. യേശുവിന്റെ നാമത്തിൽ അവൻ പ്രവചിച്ചു, അവൻ പ്രവചിച്ചു. എന്താ പ്രവചിക്കുന്നത്? യഹോവയുടെ വചനം കേൾക്കാൻ. ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾക്കാൻ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അസ്ഥി താഴ്വരയിൽ അസ്ഥികൾക്കിടയിൽ കൂടെ ചുറ്റും നടക്കുമ്പോൾ പ്രവാചകൻ ഒരു വാക്കുപോലും അവന്റേതായിട്ട് പറയാനില്ല. അവൻ പറയുന്നു, യഹോവയുടെ വചനം കേൾക്കുക എന്ന് പറഞ്ഞാൽ അസ്ഥികളെ മടക്കിക്കൊണ്ടുവരുവാൻ, ചേരേണ്ടതിനോട് ചേർക്കുവാൻ. ഹല്ലേലൂയ. യഹോവയുടെ വചനത്തിന് കരുത്തുണ്ട്. ജീസസ് നെയിം. ഇന്ന് രാത്രി ചില ചേരേണ്ടതിനെ അവൻ ചേർക്കാൻ പോകുക. ഇന്ന് രാത്രി ചിലർ ചേരാത്തതിനെ അടുത്തു കൊണ്ടുവരാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ അവൻ വചനം പറയുന്നു. ഹല്ലേലൂയ. അവൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഇടിമുഴക്കമുണ്ടായി, ഒരു ഭൂകമ്പമുണ്ടായി. വചനം പറയുന്നു, അസ്ഥിയോട് വന്നു ചേർന്നു. ഹല്ലേലൂയ. പെട്ടെന്നൊരു ഭൂകമ്പമുണ്ടായി, അസ്ഥി വന്ന് അസ്ഥിയോട് ചേർന്നു. ഹല്ലേലൂയ. അവൻ ഭൂകമ്പമുണ്ടായാൽ ഒരിക്കലും ചേരത്തില്ല. നിൽക്കുന്ന ബിൽഡിങ്ങുകൾക്ക് ഇടിഞ്ഞും അവൻ മാറിപ്പോകാൻ സാധ്യത. പക്ഷെ അല്ലെ, അവൻ ഭൂകമ്പമുണ്ടായാൽ നിൽക്കുന്നത് ഇടിഞ്ഞു വീഴും. പക്ഷെ ഇവിടെ പറയുന്നു, അവൻ പ്രവാചകൻ നിൽക്കുന്ന ഇടത്ത് പ്രവചിച്ചപ്പോൾ ഉണ്ടായ ഭൂകമ്പം ചേരാത്തതിനെ ചേർത്തതുപോലെ. ഈ രാത്രി പ്രവചിക്കാൻ കരുത്തുള്ളവരുണ്ടെങ്കിൽ, അവൻ പ്രവചിക്കാൻ മനസ്സിലുണ്ടെങ്കിൽ കർത്താവ് ചേർക്കുവാൻ റെഡിയായി നിൽക്കുകയാ. അവൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അസ്ഥിയോട് വന്നു ചേർന്നു. അവൻ ഹല്ലേലൂയ. എവിടെ ചേരുമെന്ന് മനുഷ്യർക്ക് അറിയാത്തതിനെ, എപ്പോൾ ചേരുമെന്ന്, എങ്ങനെ ചേരുമെന്ന് മനുഷ്യർക്ക് പിടികിട്ടാത്തതിനെ, ചേരേണ്ട സ്ഥലത്ത് ചേരുന്ന
പോലെ ചേർക്കുവാൻ വായിൽ നിന്ന് പുറപ്പെടുന്ന വിശ്വാസത്തിന്റെ പ്രവചനങ്ങൾക്ക് പറ്റുമെങ്കിൽ അതിന് പ്രവചിച്ചോ. നിങ്ങളുടെ വീടിനൊക്കെ നിങ്ങൾ പ്രവചിച്ചു. ഞാൻ പ്രവചിക്കാൻ വെയിറ്റ് ചെയ്യരുത്. ഇന്ന് രാത്രി നിങ്ങൾ പ്രവചിക്കണം. എല്ലാം തന റികമനകനകം പ്രൗഢസ്മനാദിയാതന യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ തലമുറയിൽ നോക്കി നിങ്ങൾ പ്രവചിച്ചേ. നിങ്ങളുടെ ഭവനത്തിന്റെ സാധ്യതയിൽ നോക്കി നിങ്ങൾ പ്രവചിച്ചേ. നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ നോക്കി നിങ്ങൾ പ്രവചിച്ചേ. അവൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ചേർന്നു. അവൻ മാംസം വന്നു, ഞരമ്പ് വെച്ചു, തൊക്ക് പിടിച്ചു, പക്ഷെ ജീവനില്ലായിരുന്നു. വചനം പറയുന്നു. അവൻ അടുത്ത വാക്ക് ദൈവം പറയുന്നു, നീ കാറ്റിനോട് പ്രവചിക്കുക, കാറ്റിനോട് പ്രവചിക്കുക യേശുവിന്റെ നാമത്തിൽ. എന്ത് രാത്രി ചില വീടുകൾക്കകത്ത് കാറ്റടിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ എസെക്കിയേലിന്റെ കൂടെ നടക്കുന്ന കാറ്റടിപ്പിക്കുന്നതിന് ഏഞ്ചലുണ്ടായിരുന്നു, ദൂതനുണ്ടായിരുന്നു. ഇന്ന് രാത്രിയിൽ ഹാലിന് ചേരാത്തതിനെ ചേർക്കാൻ, ജീവനില്ലാത്തതിന്റെ മേൽ ജീവന്റെ കാറ്റോതുവാൻ അവൻ ചില വീടുകൾക്കകത്ത് ഇന്ന് രാത്രി അവൻ കാറ്റിന്റെ ദൂതന്മാർ ചലിക്കട്ടെ. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാല തന്റെ ശുശ്രൂഷകന്മാരാക്കുമെന്ന് വചനം പറയുന്നെങ്കിൽ നിനക്കുള്ള ദൂതമായി ഇന്ന് രാത്രി കാറ്റ് ചില വീടുകൾക്കകത്ത് കാറ്റടിക്കട്ടെ. ഇന്ന് രാത്രി സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ അധികാരമുള്ള കർത്താവ് ജോഷുവിന്റെ വീട്ടിലേക്ക് കാറ്റടിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കാറ്റിന്റെ ദൂതം ചലിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഞാൻ ഈ സീത എന്ന് പറയുന്ന ആന്റിയുടെ വീടിന് പ്രാർത്ഥിക്കുന്നു. കാറ്റടിക്കട്ടെ, കാറ്റടിക്കട്ടെ. അറിക്കബദിയ പ്രൗഢലത്തുര വർത്തസ്മനാദിയ തുനിയ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ ഞാൻ ഈ ഡോർസ് എന്ന് പറയുന്ന ആന്റി കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഇതിനകത്തൊരു അവൻ കാറ്റടിക്കട്ടെ. ഹൗഷാർ പ്രൗഢിയ ഈ ബന്ധം വിട്ടുകിടക്കുന്ന ചിലതിന്റെ മേൽ ആന്റി കറോട് പറയുന്നു. ഡോർസ് ആന്റി കറോട് പറയുന്നു, ഈ ബന്ധം വിട്ടുകിടക്കുന്ന ചിലതിനെ ചേർക്കുവാൻ അവൻ കാറ്റിന്റെ ദൂതന്മാർ നിന്റെ വീടത്ത് ചലിക്കുക. ശലാധോരിയ പ്രൗഢമാന റികംചലാദിയ റോമസ്മനാദിയ ഭര. ഇന്ന് രാത്രിയിൽ നിന്റെ ശരീരത്തിനകത്തുനിന്നും കർത്താവ് ചിലതിന് എന്തോ പുറത്തേക്ക് റിമൂവ് ചെയ്യുക. അവൻ ഞാൻ കാണുന്നു ആത്മാവിൽ നിന്റെ വീടത്തൊരു സർജറി നടക്കുന്നത് പോലെ. അവൻ ദൂതന്മാർ, അവൻ ഈ സർജറി ചെയ്ത ദൂതന്മാർ നിന്റെ വീടിനകത്ത് ചലിക്കുന്ന നിങ്ങളുടെ ശരീരവുമായി ബന്ധപ്പെട്ട് കർത്താവ് ഇന്ന് രാത്രി ചിലതിനെ റിമൂവ് ചെയ്യുന്നു എന്നോട് പറയുന്നു. നിങ്ങൾ സൗഖ്യം പ്രാപിക്കാൻ പോകുക യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രിയിൽ അവൻ അസാധാരണമായി പ്രാർത്ഥിച്ച് ഇന്ന് രാത്രിയിൽ ഭയങ്കര ദൈവപ്രവർത്തനങ്ങൾ വീടത്ത് ചലിക്കുക. വെളിപ്പാട് കാണിക്കുന്നു. നിങ്ങളുടെ പുറവും വയറുമായി ബന്ധപ്പെട്ട് അവൻ ദൈവത്തിന്റെ കർത്താവിന്റെ കൈയിരിക്കുക. കർത്താവ് ഇന്ന് രാത്രി നിങ്ങളെ അസാധാരണമായി സൗഖ്യത്തിലേക്ക് കൊണ്ടുപോവുക. പ്രാർത്ഥിച്ച വിശ്വാസത്തോടെ എല്ലാവരും പ്രാർത്ഥിക്കണേ. എല്ലാവരും പ്രാർത്ഥിച്ച് ഈ രാത്രി അസാധാരണ ദൈവിക സൗഖ്യങ്ങൾ സംഭവിക്കാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ ഈ റിറ്റി എന്ന് പറയുന്ന നിവസിച്ചിരിക്കുന്ന വ്യക്തി അവൻ കർത്താവിനെ തൊടാൻ പോവുക. ഇന്ന് രാത്രിയിൽ ദൈവ സാന്നിധ്യം നിന്റെ മേൽ ചലിക്കുന്ന ഞാൻ കാണുക. യേശുവിന്റെ നാമത്തിൽ ആരാധിരിക്കുന്നത് ഈ റിറ്റി എന്ന് പറയുന്ന എനിക്ക് വെളിച്ചമില്ലാത്തൊരു ആളെ ക്ലിയർ പക്ഷേ കർത്താവ് വെളിപ്പാട് കാണിക്കുന്നു. എന്നെ ഈ റീഫില്ല് പോലുള്ള സാധനത്തിനകത്ത് ബ്ലഡ്, ഈ ബ്ലഡ് ഇങ്ങനെ ഞെക്കി കർത്താവിനെ കാണിച്ചിട്ട് പറഞ്ഞു ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു വിഷയത്തിനകത്ത് ഇന്ന് രാത്രി കർത്താവ് തൊടാൻ പോയവരുകളെ ബ്ലഡ് റിലേറ്റഡ് ആയി നിൽക്കുന്ന എന്തോ ഒരു പ്രോബ്ലത്തിന്റെ മേൽ ഇന്ന് രാത്രി കർത്താവ് നിങ്ങൾ തൊടുക. ഒരു ഭയങ്കര ഞാൻ കാണുന്നു ഒരു സൗഖ്യമാക്കുന്ന ഒരു ഏഞ്ചൽ, ഹീലിംഗിന്റെ ഏഞ്ചൽ നിങ്ങളുടെ തലയിൽ കൈവച്ചിരിക്കുന്നു. നിങ്ങൾ രാത്രി സൗഖ്യമാകാൻ പോവുക. പ്രാർത്ഥിച്ച് ഈ രാത്രിയിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ദൈവപ്രവൃത്തി സംഭവിക്കുക. പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഈ സോഫിയ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ദിവസിരിക്കുന്ന വ്യക്തി എന്നോട് കർത്താവ് പറയുന്നു, ഇന്ന് രാത്രി നിങ്ങളുടെ ഈ ബാക്കിൽ എന്റെ കർത്താവിന്റെ നിങ്ങളുടെ ഈ സ്പൈനലുമായി ബന്ധപ്പെട്ട കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കാൻ പോകുന്നു. സ്പൈനലുമായി ഈ ബാക്ക് പെയിൻ ഉള്ള ആരോ നിങ്ങളുടെ വീടിനകത്ത് ഇന്ന് രാത്രി സൗഖ്യം നടക്കുക. കർത്താവ് തൊടാൻ പോയി. യേശു എന്ന് പറയുന്നു, ഇന്ന് രാത്രി നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട് ഈ ബാക്ക് പെയിനുള്ള സ്പൈനലുമായി ബന്ധപ്പെട്ട് ഒരു സൗഖ്യം കർത്താവ് ചെയ്യാൻ പോകുന്നു എന്നോട് പറയുകയാണ് യേശുവിന്റെ നാമത്തിൽ.
യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. കാറ്റടിപ്പിക്കുന്ന ദൂതന്മാർ അവർ കർത്താവ് പറയുന്നു, അവർ കാറ്റ് എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്ന് ആരും അറിയുന്നില്ല. ശബ്ദം മാത്രമേ കേൾക്കുന്നു. പക്ഷേ കാറ്റിനെ പിടിച്ചു നിർത്താൻ ആർക്കും പറ്റത്തില്ല. കാറ്റിനെ ആർക്കെങ്കിലും പിടിച്ചു നിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പ്രവാചകന് മാത്രമേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. കാറ്റ് എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്ന് ആരും അറിയുന്നില്ല. പക്ഷെ പ്രവാചകൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ എവിടെ പ്രവചിച്ചുവോ അവിടെ കാറ്റ് വീശി. ഹല്ലേലൂയ. ജീവനില്ലാതെ കിടന്നതിന്റെ മേൽ, അവൻ ജീവനില്ലാതെ കിടന്നതിന്റെ മേൽ, ഹല്ലേലൂയ, അവൻ ദൈവത്തിന്റെ കാറ്റ് വീശുകയാ. അവൻ അസ്ഥിത്താഴ്വരി ഉണങ്ങിക്കിടന്ന അസ്ഥികളെല്ലാം നാട്ടുകാരുടെ ചോദ്യത്തിന് മറുപടി പറയുന്നത് ഇനി സൈന്യം മറുപടി പറയും. ഹല്ലേലൂയ. അസ്ഥിത്താഴ്വരിയിൽ കാറ്റ് വീശിയാൽ പിന്നെ അസ്ഥിയല്ല, അത് സൈന്യമായി തീരും. എന്നോട് കർത്താവ് ഈ പാസ് ജോസ് അഗസ്റ്റിൻ സ്തോത്രം. എന്നോട് കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി ഒരു കാറ്റടിപ്പിക്കുന്ന ദൂതനെ വിടാൻ പോവുക. എന്നോട് കർത്താവ് പറയുന്നു, ശൂന്യമായി കിടക്കുന്നതിനെ, ശൂന്യമായി നിൽക്കുന്നതിനെ അതിന് ഹല്ലേലൂയ സാക്ഷ്യം പറയിപ്പിക്കുന്ന സൈന്യമാക്കി കർത്താവ് നിർത്താൻ പോവുക. യേശുവിന്റെ നാമത്തിൽ അഗ്നിജ്വാല ശുശ്രൂഷകനാക്കിയ, അവൻ കാറ്റിനെ ദൂതന്മാരാക്കിയ ദൈവത്തിന്റെ കൈ അവൻ ഒരു രണ്ടാം ഘട്ടം എന്നോട് കർത്താവ് പറയുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ ശുശ്രൂഷ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു രണ്ടാം ഘട്ടം എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ എന്നോട് രണ്ടാം ഘട്ടം. ഹല്ലേലൂയ. അവൻ ഫിലിപ്പോസിന്റെ സമരയിൽ നിന്ന് വിളിക്കുന്നു, ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോകാം. അവൻ രണ്ടാം ഘട്ടമാണത്. ഹല്ലേലൂയ. അവിടെ പരിശുദ്ധാത്മാവിന്റെ അസാധാരണ ഇടപെടൽ പറയുന്നു. അവൻ ദൂതൻ പറയുന്നു, നീ ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോകാം. അവൻ ഓടിച്ചെല്ലുമ്പോൾ എന്നോട് ആത്മാവ് പറയുന്നു, നീ ഓടണമെന്നോട് പറയുന്നു. ഹല്ലേലൂയ. അവൻ ദൈവശബ്ദത്തിന് നീ നിൽക്കരുത്, ദൈവശബ്ദത്തിന് നീ ഓടേണ്ട കാലഘട്ടം എന്ന് കർത്താവ് പറയുന്നു. അവിടെയാണ് അവൻ നടക്കാൻ പറഞ്ഞപ്പോൾ ഓടിയ ഫിലിപ്പോസിനെ ആത്മാവ് എടുത്തുകൊണ്ടുപോയി ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശം എന്ന് പറഞ്ഞാൽ മറ്റൊരു രാജ്യവുമായി അവൻ ഫിലിപ്പോസ് കണക്ട് ചെയ്യുക. അവൻ നിന്റെ ശബരിയിൽ നിന്ന് മാറി മറ്റൊരു ഭൂഖണ്ഡത്തിലുള്ള വ്യക്തിയുമായി കണക്ട് ചെയ്തതുപോലെ എന്നോട് ആത്മാവ് പറയുന്നു, നിന്റെ ശുശ്രൂഷ ജീവിതത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ മറ്റുള്ള രാജ്യവുമായി നിന്നെ ഞാൻ കണക്ട് ചെയ്യുമെന്നുള്ള പരിശുദ്ധമായി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവപ്രവൃത്തിക്കായി കൊതിക്കുന്നവർ ലഭേരിയ പ്രൗഢമാദിയ അർദ്ധനഘടകം ചുരസ്മനാദിയാത്തന ശിഖമനഘടകം ചുരസ്പതിയാരിയ അർത്ഥം ചുരസ്പതികലക പ്രൗഢസ്മനാദിയ പ്രാർത്ഥിച്ചോ. ഈ രാത്രി അത്ഭുതമായ ദൈവപ്രവൃത്തി വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന്റെ ആവശ്യകത എന്താ? അവൻ വിശ്വാസം വേണ്ടി പോരാടണം. ഹല്ലേലൂയ. എന്നാൽ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണും, പക്ഷെ നീ പോരാടണം. ഹല്ലേലൂയ. അവൻ അർമേരിയാർത്ഥന പ്രൗഢമൽഖമാരിയാർത്ഥന യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോയി നമ്മൾ ഈ രാത്രിയിൽ. കർത്താവ് നമ്മോട് സംസാരിച്ചല്ലോ, കർത്താവ് നമ്മുടെ ഇടപെട്ടല്ലോ. ഈ രാത്രി കേൾപ്പിച്ച വചനത്തിന്റെ ശക്തിയാൽ ദൈവപ്രവർത്തികളെ താമസിപ്പിക്കുന്ന, വിശ്വാസത്തെ ചോർത്തിക്കളയുന്ന പൈശാചികമായ ഇടപെടലുകൾക്ക് മുകളിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ കാറ്റ് വീശാൻ പോയി. അവൻ നമ്മോട് സംസാരിക്കും, അവൻ നമ്മോട് ഇടപെടും. അത്യത്താഴ്വിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് വേറൊരാൾ വരാനല്ല, ഇറങ്ങി നിൽക്കുന്ന നീയാണെങ്കിൽ നിന്റെ കയ്യിൽ തന്നെ അതിനുള്ള ശക്തി അവൻ വെച്ചിട്ടുണ്ട്. അവൻ തന്നെ നിന്നോട് പ്രവചിക്കാൻ കരുത്ത് നൽകും. ഇതിനകത്ത് പ്രവചിക്കണം, അവൻ നമ്മോട് ഇടപെടും. ഒരുമിച്ച് പ്രാർത്ഥിക്കും. കർത്താവിനോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന്റെ ആവശ്യം എന്നോട് സംസാരിച്ചല്ലോ. ഇതിനകത്ത് കേൾപ്പിച്ച നല്ല പതിനങ്ങൾക്ക് നന്ദി പറയുന്നു. അങ്ങ് ഇടപെട്ട ആളുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ മീറ്റിങ്ങിനകത്ത് അസാധാരണമായ ദൈവപ്രവൃത്തികൾ, സൗഖ്യങ്ങൾ, അത്ഭുത വിടുതലുകൾ സംഭവിച്ചിരിക്കാൻ സ്തോത്രം. മാനുഷ്യമായ ഞങ്ങളുടെ കൈകൾക്കും ഞങ്ങളുടെ വാക്കുകൾക്കും ചെന്നെത്താൻ പറ്റാത്തിടത്ത് ദൈവത്തിന്റെ പ്രവൃത്തിക്ക് ചരിക്കാൻ പറ്റുമല്ലോ. ഞങ്ങൾ നിന്നെ വിശ്വസിക്കുന്നു. നിനക്ക് കാര്യം അസാധ്യമല്ലല്ലോ, നിനക്ക് കഴിയാത്ത ഒരു കാര്യമില്ലല്ലോ. കർത്താവിന്റെ കയ്യിലേക്ക് താഴ്ത്തിയിരിക്കും. മീനാണ്ടിക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് രാജേശനോട് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ, തലമുറകളെ ഓർക്കാൻ പ്രാർത്ഥിക്കുന്നു. സനാധന പ്രൗഢമാനിയ അർദ്ധനഘടക ജനാദിയ വിളിച്ച ദൈവം വിശ്വസ്തൻ, വിളിച്ച ദൈവം വിശ്വസ്തൻ. ഓദിയ പ്രൗഢിയാ തസ്മരിയാത്തന കർത്താവ് മീനാരി കൊണ്ട് പ്രാർത്ഥിക്കുന്നു. വിളിച്ച ദൈവം വിശ്വസ്തൻ. മീനാരി വീണ്ടും ഞാൻ കേൾക്കുകയാണ്. വിളിച്ച ദൈവം വിശ്വസ്തൻ.
അവൻ നിന്നെ വഴി നിന്ന് പോകത്തില്ലെന്ന് നിന്നോട് കർത്താവ് പറയാൻ പറയുക. വഖാലിയാത്തന നിന്നെ തളർത്തിക്കളയുവാൻ വിരൽ ഞാൻ 4 ദിക്കുകളിൽ നിന്ന് സ്റ്റോപ്പ് എന്ന് പറഞ്ഞൊരു വാക്ക് കേൾക്കുക. വിരൽ ഞാൻ വാക്ക് കേൾക്കുന്നു, വചനവിരുദ്ധം എന്നൊരു വാക്ക് കേൾക്കുക. നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ വെല്ലുവിളികൾ അതൊക്കെ. എന്നാൽ ഞാൻ കേൾക്കുന്ന വാക്കുതാണ്, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. എനിക്കറിയത്തില്ല ആരൊക്കെ ഇങ്ങനെ പറയുന്നു, എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ കേൾക്കുന്ന 4 ദിക്കിൽ സ്റ്റോപ്പ് എന്നും അത് വചനവിരുദ്ധമാണെന്നോ എന്തൊക്കെയോ പറഞ്ഞ് നിന്റെ ശുശ്രൂഷയെ തളച്ചിടാൻ നോക്കുന്ന ചില ആളുകൾ, അതിൽ ദൈവദാസന്മാരുണ്ടെന്നോട് കർത്താവ് പറയുന്നു. കർത്താവ് പറയുന്നു, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ധൈര്യമായിട്ട് മുൻപോട്ട് പോകാൻ വേണ്ടി കർത്താവ് പറയുന്നു. ആത്മമണ്ഡലങ്ങൾ തുറക്കുന്ന അസാധാരണമായ ശുശ്രൂഷകളെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് കർത്താവ് പറയുന്നു. പിന്നെ കർത്താവ് പറയുന്നു, ഏലിശയുടെ മേൽ പകർന്നതുപോലുള്ള രാജാവിന്റെ അന്തപുരത്തിൽ സംസാരിച്ച കാര്യങ്ങളെ റിവീൽ ചെയ്യുന്ന ജ്ഞാനാത്മാവിനെ പരിശുദ്ധ ആത്മാവ് നിനക്ക് വേണ്ടി തുറക്കുമെന്നോട് കർത്താവ് പറയുക. നിന്റെ വീട്ടിലേക്ക് ആളുകൾ വരുന്നതിന് മുന്നേ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ അറിയും ആരാണ് വരാൻ പോകുന്നത്. നിനക്കറിയാം. നീ കാത്തിരിക്കുന്നത് പോലെ ദൈവം നിന്റെ അസാധാരണമായ അഭിഷേകത്തിലേക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ പോകുന്നു എന്നോട് പറയുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഈ മീറ്റിംഗ് കയറി ഓരോ വ്യക്തിയും ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യണമേ. കർത്താവെ, ഞാൻ കർത്താവിന്റെ ബിജോയ് പാസ്റ്ററെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദാസൻ ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുവാൻ കർത്താവ് കൊണ്ടുവന്നല്ലോ, നിർത്തിയല്ലോ. ഈ രാത്രിയിൽ കേൾപ്പിച്ച വനപ്രകാരം അസാധാരണമായ ദൈവപ്രവൃത്തികൾക്കായി നിന്റെ കുഞ്ഞുങ്ങളെയും കുടുംബമായി കർത്താവെ ഉമാർജനീയ അർദ്ധനഘടകം പ്രൗഢസ്മനാദിയാത്തിൽ ശിഖൽഖമനിയ റതഞ്ജലസ്തുതിയാരിയ ലംധോരിയ പ്രൗഢൽഖമാരവർദ്ധുനിയാഥൻ ശിഖനഘടകജാരിയ കർത്താവെ, കർത്താവിന്റെ ദാസന്റെ മേൽ അസാധാരണമായ ദൈവപ്രവൃത്തികൾ ഉണ്ടാകട്ടെ. കർത്താവെ, പുതിയ ചില സ്റ്റെപ്പുകൾ, പുതിയ ചില മൂവ്മെന്റുകൾ, റാഥേരിയ പ്രൗഢവർദ്ധനാതെ തണുത്തുറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് ആമേൻ ദൈവത്തിന്റെ കാറ്റ് വീശട്ടെ. തണുത്തുറഞ്ഞു നിൽക്കുന്ന സാഹചര്യങ്ങളുടെ മേൽ ദൈവത്തിന്റെ കാറ്റ് വീശട്ടെ. യേശുവിന്റെ നാമത്തിൽ അന്തരീക്ഷം ചൂടുപിടിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആത്മീയ അന്തരീക്ഷം ചൂടുപിടിക്കട്ടെ. താവെ പുറപ്പെട്ടു വരുന്നതിനെ തടഞ്ഞു വെക്കുന്ന പ്രകൃതി ശക്തികൾ, കർത്താവ് പറയുന്നു, വരണമെന്ന് ആഗ്രഹിച്ചു നിൽക്കുന്നതിനെ തടഞ്ഞു നിർത്തുന്ന ചില പ്രകൃതി ശക്തിയുടെ മേൽ ആമേൻ എന്റെ കർത്താവ് പറയുന്നു, രാത്രിയിൽ പ്രാർത്ഥിക്കുക. അന്തരീക്ഷ മണ്ഡലത്തിൽ നിന്റെ പ്രാർത്ഥനകളെ തടഞ്ഞു വെക്കാൻ ശ്രമിക്കുന്ന ദുരാത്മമണ്ഡലങ്ങളെ പൊട്ടിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ ശക്തിയുടെ മേൽ ചലിക്കാൻ പോകുക. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക. പുറപ്പെട്ടു വരുന്നതിനെ തടയുന്നതിനെ ആമേൻ പരിശുദ്ധാത്മാവ് വെട്ടുമെന്നോട് പറയാൻ പറയുക. ലതകടകാരിയാർത്ഥനം ശിഖസ്മരിയാഥന ചില ഗൂഢാലോചനകളെ ലധിയ പ്രൗഢസ്മനാദിയ ചില ഗൂഢാലോചന വാക്യം കേൾക്കുക. പക്ഷേ നിങ്ങളുടെ ശുശ്രൂഷയ്ക്കെതിരെ, നിങ്ങളുടെ സഭയ്ക്കെതിരെ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതങ്ങൾക്കെതിരെ നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ഗൂഢാലോചനകളെ ആമേൻ ഈ ഹെരോദാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേരാത്രി എന്ന് പറഞ്ഞാൽ അധികാര സ്ഥാനത്തു നിന്നുള്ള ചില ഗൂഢാലോചന നിങ്ങൾക്കെതിരെയുള്ളത്, നിങ്ങളുടെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടുള്ളത്, അതിനെ പരിശുദ്ധാത്മാവ് കണ്ടിട്ടുണ്ട് എന്നോട് പറയുന്നു. എന്നാൽ അതിനെതിരെ പോരാടുവാൻ ഞാൻ ഇന്ന് പറഞ്ഞ വചനം മുഴുവൻ നിങ്ങളോടാണ്. വിശ്വാസത്തിന് വേണ്ടി പോരാടാൻ കർത്താവ് പറയുന്നു. നിന്റെ ഭൗതിക നന്മയ്ക്ക് വേണ്ടി പോരാടേണ്ട, അതിനെ കർത്താവ് സെറ്റ് എന്ന് പറയുന്നു. എന്നാൽ നീ പോരാടേണ്ടത് വിശ്വാസത്തിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ ശക്തി എന്ന് പറയുന്നത് അവൻ സാഹചര്യം മുഴുവൻ പ്രതികൂലമാണ്, മുൻപിൽ ഒരാളുമില്ല. എന്നാൽ എന്നോട് കർത്താവ് പറയുന്നു, ഏലിയാവിന്റെ മേൽ നിന്ന് വീണ പുതപ്പുമായി ഏലീശ യോർദാന്റെ അടുക്കൽ നിൽക്കുക. അവൻ എന്തു ചെയ്യും? അക്കരെ കടക്കാൻ ഏലിയാവ് കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒറ്റപ്പെട്ടു നിൽക്കുക. എന്നോട് കർത്താവ് പറയുന്നു, നിന്റെ ഒറ്റപ്പെടലുകൾ, നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുമില്ല. നിന്നെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞവർ വാക്കുമാറി. മുൻപോട്ട് പോകാൻ വഴിയില്ല. നിന്റെ മുഴുവൻ സാഹചര്യം അടഞ്ഞു നിൽക്കുന്നത് പോലെ
ഒരു ഷട്ടർ നിർത്തിയിരിക്കുന്ന പോലെ എന്റെ പരിശുദ്ധാത്മാവ് കാണിക്കുക. മുൻപോട്ടുള്ള വാതിലുകളെല്ലാം ബ്ലോക്കായി നിൽക്കുന്നത് പോലെ അവൻ എടുത്ത സ്റ്റെപ്പുകൾ തെറ്റായി പോയോ, എടുത്ത തീരുമാനം ശരിയല്ലായിരുന്നോ എന്ന് തോന്നിയതുപോലെ അത് വീട്ടിൽ സംസാരിച്ച് ഞാൻ കേൾക്കുന്നു ആത്മാവിൽ. എന്നാൽ കർത്താവ് പറയുന്നു, ഏലിയാവിൽ നിന്ന് പിന്നെ പുറപ്പെടുത്തി ഏലീശ യോർദാന്റെ കരയിൽ നിന്നതുപോലെ നീ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഈ സാഹചര്യത്തെ പരിശുദ്ധാത്മാവ് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. എന്നാൽ ഏലീശ പറഞ്ഞൊരു വാക്കുണ്ട്, ഏലിയാവിന്റെ ദൈവം എവിടെ എന്ന് ചോദിച്ചവൻ യോർദാനെ ആഞ്ഞടിച്ചു. ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഏലീശ ആ ചോദ്യം ചോദിച്ചുള്ളൂ. ഹല്ലേലൂയ. ഏലിയാവിന്റെ പുറപ്പെടുത്തു യോർദാനെ അടിക്കുമ്പോൾ ഏലീശ ചോദിക്കുന്നു, ഏലിയാവിന്റെ ദൈവം എവിടെ? എന്നാൽ ആ അടിയിൽ യോർദാൻ രണ്ടായി. പിന്നീട് ഒരിക്കലും ഏലീശ ഏലിയാവിന്റെ ദൈവം എവിടെ ചോദിച്ചിട്ട് അവൻ പറയുന്നു, എന്റെ ഉടയവനും ഞാൻ സേവിക്കുന്നവനുമായ നിന്റെ ലൈഫിൽ നിൽക്കുന്ന പ്രതിസന്ധികൾ മുഴുവൻ ദൈവമാരെന്ന് തെളിയിക്കുവാൻ, അവൻ അസാധാരണമായ ദൈവികമായ അഭിഷേകത്തിന്റെ ശക്തി എന്തെന്ന് കാണിക്കുവാൻ ഞാൻ നിന്റെ മുൻപിലേക്ക് ഇട്ടുതരുന്ന ചില പ്രശ്നങ്ങളാണെന്ന് എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു. നിന്നെ ഞാൻ കണ്ടിരിക്കുന്നത് ദാവീദിനെ പോലെ ഒരിക്കൽ അപ്പന്റെ ആളുകളെ മേയ്ക്കുമ്പോൾ ഒരിക്കലും സിംഹവും ഒരു കരടിയും ദാവീദ് ഫേസ് ചെയ്യുന്നത് ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് അവന്റെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള പ്രശ്നമായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ നാമത്തിൽ ദാവീദ് ഫേസ് ചെയ്ത് അപ്പന്റെ ആടുകൾക്കെതിരെയുള്ള ഒരു അറ്റാക്ക് ആയിരുന്നു. എന്നാൽ അതിനെ അവൻ കീറിയപ്പോൾ അടുത്തതായിട്ട് അവൻ ഇട്ടുകൊടുത്തത് അവൻ ഗോലിയാത്ത് എന്ന രാജ്യത്തെ ഭരിക്കുന്ന പ്രശ്നം ഇട്ടുകൊടുത്തു. എന്നോട് കർത്താവ് പറയുന്നു, നീ നിൽക്കുന്ന ഏരിയയുമായി ബന്ധപ്പെട്ട് അവൻ അധികാരങ്ങളെ പോലും തൊടുന്നത് പോലെ, അധികാരങ്ങൾ നിന്റെ പേര് പറയുന്നത് പോലെ, എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പോലുള്ള അത്രയും അധികാര സ്ഥലങ്ങളിലേക്ക് നിന്റെ പേര് പരാമർശിക്കപ്പെടുന്നത് പോലെ, ഒരു പ്രതിസന്ധികൾക്ക് നടുവിലേക്ക് മൂവ് ചെയ്തത് പോലെ കർത്താവ് കാണിക്കും. എന്നാൽ ഇതിന്റെ ഇടയിൽ നീ ആരെന്ന് തെളിയിക്കുന്ന ദാവീദിന്റെ മേൽ വ്യാപരിച്ചുള്ള അഭിഷേകത്തിന്റെ ശക്തി ഇതിന്റെ മേൽ ഇറങ്ങുമെന്ന് കർത്താവ് പറയുന്നു. അവൻ നിന്റെ തല താഴുവാൻ അവൻ സമ്മതിക്കുമെന്ന് പറയുന്നു. അവൻ ഞാൻ കേൾക്കുന്നു വചനം, അവൻ നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞിയിലും എന്റെ ദൈവത്താൽ മതിൽ ചാടിക്കടക്കുമെന്ന് ഞാൻ കേൾക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ ബ്ലെസ്സിംഗ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ കർത്താവ് നിൽക്കുന്ന സ്ഥലത്ത് അസാധാരണമായി ദൈവത്തിന്റെ പ്രവർത്തി കർത്താവ് ഇതിന്റെ മകന് വേണ്ടി ചലിക്കുവാൻ ഞാൻ കൽപ്പിക്കുന്നു. സംഭവിക്കുന്ന കർത്താവേ, പ്രാർത്ഥനയിൽ ശക്തിപ്പെടുക. നിന്റെ വീടിനകത്ത് ഏഞ്ചൽക്ക് വിസിറ്റേഷൻ ഉണ്ടാകാൻ പോകുന്നു എന്നോട് കർത്താവ് പറയുക. യേശുവിന്റെ നാമത്തിൽ അവൻ നിന്റെ പ്രാർത്ഥനാ സമയത്തിന്റെ മുറിക്കകത്തോട് മൂവ് ചെയ്യുന്നത് ഏഞ്ചലിക് വിസിറ്റേഷൻ ഉണ്ടാകുമെന്ന് കർത്താവ് പറയുന്നു. അതിനെ ശക്തിപ്പെടുത്തുമെന്നും ഗെത്സമനയിൽ കർത്താവിനെ ശക്തിപ്പെടുത്തിയതുപോലെ നിന്റെ പ്രതിസന്ധികൾക്ക് നൽകി നിന്റെ ശക്തിപ്പെടുത്തുവാൻ ഞാൻ ദൂതനെ അയക്കുമെന്നോട് കർത്താവ് പറയുക. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഞാൻ അങ്ങനെ ദാസനെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സാധാരണമായി ദൈവപ്രവൃത്തിക്കായി കർത്താവേ എന്റെ മകനെ ഉപയോഗിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. സംഭവിക്കട്ടെ കർത്താവ്. ഇതിനകത്ത് കയറിയിരിക്കുന്ന ഓരോ വ്യക്തികൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ, ദൈവപ്രവൃത്തി കൊണ്ട് നിറയ്ക്കണമേ. കർത്താവ്, ഇന്ന് രാത്രി കേൾപ്പിച്ച വചനത്തിന്റെ ശക്തി, വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന്റെ ആവശ്യം അവർ തിരിച്ചറിയട്ടെ. കർത്താവിന്റെ എനിക്ക് സാക്ഷി ഏൽപ്പിക്കുന്നു. അത്ഭുതം കഴിഞ്ഞ് നന്ദി പറയുന്നു. കർത്താവ്, പ്രാർത്ഥന കേട്ട സ്തോത്രം ചെയ്യുന്നപ്പ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ രാത്രി എന്നെ മീറ്റിംഗ് നന്ദി പറയുന്നു. നന്ദി പറയുന്നു. ദിനന്റെ മെസ്സേജിലേക്ക് എനിക്ക് കയറാൻ പറ്റിയിട്ടില്ല. കർത്താവിനെ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് ഞാൻ ആ മേലിൽ പോയി. അടുത്ത മീറ്റിംഗിൽ എന്നെ വിളിക്കണം. എനിക്ക് ബാക്കി പറയാൻ ആഗ്രഹമുണ്ട്. കർത്താവ് മൂവിയെ പോലെ കർത്താവിരിക്കട്ടെ. കർത്താവ് അസാധാരണമായ പ്രവർത്തികൾ നടത്തി മീര ഡൈവേർട്ടിക്കാൻ കർത്താവെന്ന് പറയുന്നു. ദൈവം നിങ്ങളുടെ ലൈഫിനകത്ത് ഭയങ്കര ദൈവപ്രവൃത്തി കൊണ്ടുവരും. മീര കർത്താവ് പറയുന്നു, നീ ഈ രാജ്യത്ത് മടങ്ങി വരാൻ കർത്താവ് അതിനുള്ള സാഹചര്യത്തെ കർത്താവ് ഒരുക്കാൻ പോകും. കർത്താവ് അതിനെ മടക്കി കൊണ്ടുവരും. കാരണം ദൈവത്തിന്റെ ദൂത് അതാണ്. അത് വാക്തത്വം എവിടെയാണ് നിർമ്മിക്കപ്പെട്ടത്, എവിടെയാണ് തല താഴ്ത്തിയത്, എവിടെയാണ് തകർന്നത്, ദൈവത്തിന്റെ കർത്താവിന്റെ മാത്രം പ്രത്യേകതയാണ് ദൈവം അവിടെ തന്നെ ഉയർത്തുക എന്നുള്ളത്. അതുകൊണ്ട് നിന്നെ അടിച്ചു താഴ്ത്തിയവരെ, നിന്നെ ഇടിച്ചു താഴ്ത്തിയവരുടെ മുൻപിൽ ദൈവം നിന്നെ മാനിച്ച് ഉയർത്തുന്നത് കർത്താവ് പറയുന്നു. ഈ രാജ്യത്തിന്റെ വാതിൽ നിന്റെ മുമ്പിൽ കർത്താവ് തുറക്കും. അതുകൊണ്ട് ധൈര്യമായിരിക്കുക. കർത്താവ് അത്ഭുതം ചെയ്യട്ടെ. കർത്താവിന്റെ കയ്യിൽ താഴ്ത്തിയെടുപ്പിക്കാം. ഞാൻ എല്ലാവരും സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും ദൂത് പറയാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ അനുഭവിക്കുന്നില്ലെന്ന് വചനം നിങ്ങളെ തൊട്ടെങ്കിൽ നിങ്ങൾ ആമേൻ പറയണം. കർത്താവ് നിങ്ങളെ അസാധാരണമായ ദിവസം ഉപയോഗിക്കും.
ഈ ഉപവാസം നിങ്ങളുടെ ലൈഫിനകത്ത് ഭയങ്കര ദിവസമുണ്ട്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു. അല്ലേ